Good morning, miss. Sorry, good evening, miss.
Good evening. Good evening, Miss. Good evening, ma'am. 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 മെസ്സേജ് ഒക്കെ അയച്ചിരിക്കുകയായിരുന്നു. എനിക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റുന്നില്ല. ഞാൻ പഴയ PGയുടെ ലിങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്തു ഇരിക്കുക. പുതിയ PGയുടെ ലിങ്ക് എനിക്ക് കിട്ടിയില്ല, നിങ്ങൾക്ക് കിട്ടി, എനിക്ക് കിട്ടിയില്ല. ഓക്കെ, റിജോ എനിക്ക് അയച്ചു തന്നു. താങ്ക് യു. ഓക്കെ, സോ കുറെ നാളുകൾക്ക് ശേഷമല്ല എല്ലാരെയും കൂടെ ഒരുമിച്ച് കാണുന്നു. മറ്റേത് പല പല ക്ലാസ്സിലൂടെ ഇങ്ങനെ കണ്ടുപോകുമായിരുന്നു. സോ ഓക്കെ, എനിവേ വെരി ഗുഡ് ഈവനിങ്. MT6 മാത്രമേ ഉള്ളൂ ടീച്ചറെ? അല്ലല്ല, 6, 7, 8 3 ബാച്ച് ഉണ്ട്. കുറെ പേരെ കാണുന്നില്ലേ? ഓരോ ബാച്ചിലും എത്ര പേര് PGക്ക് ഉണ്ട് എന്നുള്ളത് അങ്ങനെ എനിക്കറിയില്ല. നിങ്ങൾ 3 ബാച്ചുകാർക്കാണ് ഒരുമിച്ച് PGയുടെ സെഷൻ വരുന്നത്. സോ ബിഫോർ ദാറ്റ് ലെറ്റ് us start our class with a prayer. ആരാ പ്രയർ പറയാൻ റെഡി ആയിട്ടുള്ളത്? ഞാൻ റെഡിയാണ് മിസ്സേ. ആനന്ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ. ആനന്ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ. നിഖില ലോകങ്ങൾക്കു മേഘരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. ആനന്ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ. പരമകാരുണ്യവാൻ കരുണാനിധിയേ, വിധി പറയും ദിവസത്തിൻ ഏകാധിപനേ, നിയതമാരാധിപ്പൂ ഞങ്ങളങ്ങയെ മാത്രം സതതം സഹായമർത്തിപ്പതും തിരുമുൻപിൽ. നയിക്കണം ഞങ്ങളെ നേരായ മാർഗത്തിൽ, നിന്നനുഗ്രഹപാത്രം ആയോർത്തൻ മാർഗത്തിൽ. അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല, സന്മാർഗ ഭ്രഷ്ടർ തൻ വഴിയിലുള്ള. ആനന്ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ. നിഖില ലോകങ്ങൾക്കു മേഘരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പ്രെയർ ആണ്. ബട്ട് എനിക്ക് അത് പാടാൻ വലിയതില്ല. ഞാൻ അത് കുറച്ചൊക്കെ ഒന്ന് മൂളുന്നേ ഉള്ളൂ. ലൈക്ക് വിത്ത് ഓൾ റെസ്പെക്ട്, ഇത് പ്രസന്റ് ചെയ്യാൻ ശരിക്കും മോളെ എന്നുള്ള ഒരു ഡിവൈൻ ഇത് കിട്ടണം. എന്നാൽ എല്ലാവർക്കും അത്ര ഇതായിട്ട് ചൊല്ലാൻ പറ്റുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഐ ഡോണ്ട് നോ, എനിക്ക് പറ്റാറില്ല. കുറച്ച് ഭാഗമൊക്കെ ഞാൻ ഒപ്പം ഇങ്ങനെ മൂളുന്നല്ലാതെ. ഇത് ഖുറാനിലുള്ളതാണ്, ശരിയല്ലേ? ഇതിന്റെ മലയാള വിവർത്തനം ചെയ്തത് രാമചന്ദ്രനോ രാമവർമ്മയോ അങ്ങനെ എന്തോ പറഞ്ഞ ഒരാളാണെന്ന് ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. എന്തായാലും നമ്മൾക്ക് ഭയങ്കര ഒരു ആശ്വാസവും എന്തോ ഒരു സമാധാനം സന്തോഷമൊക്കെ ഫീൽ വരുന്നൊരു പ്രയർ. ഞാൻ ഇന്റേൺഷിപ്പിന് പോയ സ്കൂളിൽ ഈ പ്രയർ ആയിരുന്നു. ആണോ? ഞാനൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ആദ്യം, അഗ്നിപ്പറവുകൾ എന്ന് പറഞ്ഞിട്ട്. നമുക്കൊരു പ്രയർ വേണമെന്ന് കുട്ടികളോട് പറഞ്ഞപ്പോ ഒരു കുട്ടി ചൊല്ലിയാണ് ഞാൻ ആദ്യമായിട്ട് ഈ പ്രയർ കേൾക്കുന്നത്. എനിക്ക് എന്റെ ഇവിടെ അതിങ്ങനെ സ്ഥാനം പിടിച്ചു. ഭയങ്കര ഇത് ഞാനന്ന് ആദ്യം കേൾക്കുമ്പോ നല്ലൊരു ഫീലായിരുന്നു. പിന്നീട് നമ്മുടെ ക്ലാസ്സുകളിൽ കൂടെ എല്ലാരും പാടുന്ന കേട്ടപ്പോ
അത് കുറച്ചും കൂടി ആ ഒരു നൊസ്റ്റാൾജി കിട്ടി ഇന്റേൺഷിപ്പിന്റെ. പ്രേയറിനൊക്കെ നല്ലൊരു സ്ഥാനമുണ്ട് നമ്മുടെയൊക്കെ ലൈഫിൽ. നമ്മളുടെ കുഞ്ഞുങ്ങളിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കാനായിട്ട് പറ്റണം. നമ്മളുടെ വീട്ടിലും നമ്മളുടെ കമ്മ്യൂണിറ്റിയിലും നമ്മൾ പോകുന്ന സ്കൂളുകളിലുമൊക്കെ. ഓക്കെ ഫൈൻ. സോ ആഫ്റ്റർ എ ലോങ് ടൈം ഒരുമിച്ച് കുറെ നാളുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഒരു സ്പ്ലിറ്റ് വന്നു. സ്പ്ലിറ്റ് വന്നതിന് അതിൻ്റെതായ പ്രാക്ടിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ബൈഡൻ ആയിട്ട് പി ജിയുടെ ക്ലാസ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്തൊരു ടൈമിലാണ് പി ജിയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഫസ്റ്റ് ബാച്ച്, സെക്കൻഡ് ബാച്ച്, തേർഡ് ബാച്ച് അവർ എത്രയും പെട്ടെന്ന് അവരുടെ കോഴ്സ് കഴിയേണ്ട ടൈം അത് ഇതായിക്കൊണ്ട് അങ്ങനെ അതിന് ഓവർ ആകുമോ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു സ്പ്ലിറ്റ് വെച്ചത്. ബട്ട് നിങ്ങളുടെ മോണ്ടിസോറി പോർഷൻ പോലെയല്ല പി ജിയുടെ. പി ജി ഇറ്റ്സ് ലൈക്ക് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് അങ്ങനെ നമ്മൾ ബിസിനസ് പഠിക്കുമല്ലോ, അതിന്റെ പോലെ തന്നെയാണ് ഈ ടോപ്പിക്സ്. അതായത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം സോർട്ട് ഓഫ് ബിസിനസ് ആണ്. ബിസിനസ്സിലെ മാനേജ്മെന്റ് എങ്ങനെ അപ്ലൈ ചെയ്തു, ആ ഒരു മാനേജ്മെന്റിന്റെ പല കാര്യങ്ങളുടെ ആപ്ലിക്കേഷൻ ആണ് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതാണ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഫസ്റ്റ് ലെസൺ നമ്മൾ ഓൾമോസ്റ്റ് കഴിഞ്ഞതായിരുന്നു. ഞാനത് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഫസ്റ്റ് ലെസൺ അത് നിങ്ങൾക്ക് അപർണ മിസ് ബ്രീഫ് ചെയ്യും. പിന്നെ ഇതിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ക്ലാസ്സിൽ വരും എന്ന് ഉറപ്പുള്ളവര് നിങ്ങളുടെ പ്രാക്ടിക്കൽ സെഷനിൽ ഒരു കാര്യം കൂടി ഉണ്ട്, സെമിനാർ ഓർ അസൈൻമെന്റ് എന്ന്. സെമിനാർ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളവര് അത് ക്ലാസ്സിൽ തന്നെ പ്രസന്റ് ചെയ്യുമ്പോൾ പ്രാക്ടിക്കൽ സെഷനിൽ ഞങ്ങൾ അത് മാർക്ക് ഇട്ട് പോകും. ഈ കേറാൻ പറ്റാത്തവരുണ്ടാകും, ലൈവ് ക്ലാസ്സിൽ വരാൻ ബുദ്ധിമുട്ടുള്ളവർ ചിലപ്പോൾ കാണുമായിരിക്കും. ഒരു ടോപ്പിക് സെലക്ട് ചെയ്തിട്ട് അത് റിപ്പോർട്ടായിട്ട് പ്രിപ്പയർ ചെയ്ത് കയ്യിൽ വെക്കണം. എല്ലാവരുടെ കയ്യിലും ഹാർഡ് കോപ്പി ഉണ്ടാവണം. ക്ലാസ്സിൽ പ്രസന്റ് ചെയ്തവരുടെ കയ്യിലും അല്ലാത്തവരുടെ എല്ലാവരുടെയും കയ്യിൽ അതിന്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരിക്കണം, ഹാർഡ് കോപ്പി. കാരണം നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ കാണും സെമിനാർ എന്ന് പറഞ്ഞിട്ട് 100 മാർക്സ്, 95 മാർക്സ്, 98 മാർക്സ് എന്നൊക്കെ പറഞ്ഞ് കാണും. അപ്പൊ ചോദിക്കും നിങ്ങൾ എന്താണ് സെമിനാർ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എടുത്തു കൊടുക്കാൻ ഈ ഒരു റിപ്പോർട്ട് വേണം. ഓക്കെ, അതുകൊണ്ട് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്തു, നമ്മൾ മാർക്ക് ഇട്ടു, എന്നിരുന്നാലും നിങ്ങൾ ഇത് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് കയ്യിൽ വെക്കണം. പിന്നെ ബാക്കിയുള്ളവരുടെ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാത്തവർക്ക് എങ്ങനെ മാർക്ക് ഇടുന്ന വെച്ച് കഴിഞ്ഞാല് വൈവയുടെ ടൈമില് ആ ടോപ്പിക്കിനെ പറ്റി നിങ്ങളൊന്ന് ബ്രീഫ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കുള്ള മാർക്ക് അപ്പോൾ തരും, അപ്പോൾ ഇടും. മനസ്സിലായോ? റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നവർക്കും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ വൈവ ടൈമില് ഒരു 2 മിനിറ്റ്സ് 3 മിനിറ്റ്സ് അതൊന്ന് പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റണം. ക്ലാസ്സിൽ പ്രസന്റ് ചെയ്തവർക്ക് നമ്മൾ അപ്പൊ തന്നെ ആ മാർക്ക് ഇട്ട് പോകും. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത് യൂണിറ്റ് 5 ആണ്, മോഡ്യൂൾ 4-ലെ. മോഡ്യൂൾ 4 നമ്മളുടെ എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആണ്. യൂണിറ്റ് 5 ആണ്, ദാറ്റ് ഇസ് എഡ്യൂക്കേഷണൽ സൂപ്പർവിഷൻ. അതാണ് എടുക്കാൻ പോകുന്നത്. ഞാനിപ്പോ അതിന്റെ PDF ഒന്ന് ഷെയർ ചെയ്യാം. ഇനി സെമിനാർ ഒരു ടോപ്പിക് എടുത്ത് പ്രസന്റ് ചെയ്യുമ്പോൾ 5 മിനിറ്റ്സിൽ അത് പ്രസന്റ് ചെയ്യാൻ പറ്റണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടൈം കുറവായതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്ലാസിന്റെ ഒരു 30 മിനിറ്റ്സ് ഫസ്റ്റ് സെഷൻ നമ്മൾ ക്ലാസ് നടക്കും, ബാക്കി 30 മിനിറ്റ്സിലായിരിക്കണം ഈ ഒരു സെമിനാർ പ്രസന്റേഷൻ. ആ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വരണം. അപ്പൊ ഒരു 4 പേർക്ക് 5 പേർക്ക് ഉള്ള ഒരു ടൈമേ കിട്ടുള്ളൂ. കാരണം ഒരാളുടെ കഴിഞ്ഞ് ഒരു ബ്രേക്ക് വന്ന് നമ്മൾ ആ ടോപ്പിക്കിനെ കുറിച്ച് ഒന്ന് 2 സെന്റൻസുകൾ പറഞ്ഞ് ഷെയർ ചെയ്തതിന് ശേഷം ആയിരിക്കും അടുത്ത ആൾ. അപ്പൊ മേ ബി എനിക്ക് തോന്നുന്നു ഒരു ദിവസം ഒരു 4 പേർക്കൊക്കെ പറ്റുള്ളൂ. ഫസ്റ്റ് 30 മിനിറ്റ്സ് നമ്മൾ ക്ലാസ് എടുക്കണ്ടായിരിക്കും, ലാസ്റ്റ് 30 മിനിറ്റ്സ് ആയിരിക്കും സെമിനാർ. ആ ടൈമിൽ 4 പേര് റെഡിയായി വരുന്നു. അപ്പൊ അത് എത്രയും ആദ്യം വേഗം ചെയ്തു പോയാൽ നമുക്ക് അത്രയും നല്ലതായിരിക്കും. സോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് യൂണിറ്റിൽ നിന്ന് വേണമെങ്കിലും ടോപ്പിക് ഇഷ്ടമുള്ള പോലെ സെലക്ട് ചെയ്യാം. ഈ നമ്മൾ ടോപ്പിക് തരണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ,
സൂപ്പർവിഷനിൽ നിന്നൊക്കെ എടുക്കാൻ ഇഷ്ടംപോലെ പോർഷൻസ് ഉണ്ട്. ടൈപ്പ് ഓഫ് സൂപ്പർവിഷൻ വരും. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്തായാലും ക്ലാസ് എടുത്ത് പോകും. ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റിയാൽ അത്രയും. മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ? ദാറ്റ്സ് അപ് ടു യു. കാണാതെ പഠിച്ച് പറയുന്നതിനേക്കാളും നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം റിലേറ്റബിൾ ആയിട്ട് ഏതെങ്കിലുമൊക്കെ എക്സാമ്പിൾസ് ഒക്കെ ആയിട്ട് റിലേറ്റബിൾ ആയിട്ട് നിങ്ങൾ പറയുമ്പോൾ അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവുമല്ലോ. അത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ അത് മാത്രമേ ഉള്ളൂ. അത് മിക്സഡ് ലാംഗ്വേജിൽ എടുക്കാം, നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പ്രസന്റ് ചെയ്യാം. പക്ഷെ ഇംഗ്ലീഷിൽ പ്രസന്റ് ചെയ്യുമ്പോൾ സിമ്പിൾ ഇംഗ്ലീഷ് യൂസ് ചെയ്യാം. അങ്ങനെ വരുമ്പോഴേ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഏത് ചാപ്റ്റർ ആണ് എടുക്കുന്നത് ഇപ്പൊ? യൂണിറ്റ് 5 എഡ്യൂക്കേഷണൽ സൂപ്പർവിഷൻ മോഡ്യൂൾ 4. Yeah, good evening, Desna. ഓക്കെ, ഞാനത് ഇപ്പൊ ഷെയർ ചെയ്തിട്ടുണ്ട്. സൂപ്പർവിഷൻ ആണ് വരുന്നത്. കുറേ വായിക്കാനുണ്ടെന്നേ ഉള്ളൂ. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കിപ്പോ നമ്മള് സാധാരണ ക്ലാസ്സിൽ നിന്ന് പാരഗ്രാഫ് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ നമുക്ക് PGയുടെ പോർഷൻസ് ഇച്ചിരി പാടായിരിക്കും. അത്രയും വാസ്റ്റ് ആയിട്ട് പോർഷൻ കിടക്കുന്നുണ്ട്. പക്ഷെ വായിച്ചാൽ മനസ്സിലാകുന്ന കുറെ കാര്യങ്ങളാണ്. നമുക്കറിയാം നമ്മളുടെ മുതുമുത്തച്ഛന്മാരുടെ സമയം തുടങ്ങിയ ആദ്യകാലം തുടങ്ങിയ സ്കൂള് അല്ലെങ്കിൽ ഒരു ഗുരുകുല വിദ്യാഭ്യാസ രീതി അല്ലെങ്കിൽ എഴുത്ത് കളരി അങ്ങനെയൊക്കെ കുറെ രീതിയിലൊക്കെ എഡ്യൂക്കേഷണൽ സിസ്റ്റം, എഡ്യൂക്കേഷണൽ പേജ് നമ്പർ, ആരെങ്കിലും ഒന്ന് പേജ് നമ്പർ പറയാമോ? എന്റെ ഉള്ള പേജ് നമ്പർ തന്നെയാണ് നിങ്ങൾക്കെങ്കിൽ 79. ഓക്കെ, സോ എഡ്യൂക്കേഷണൽ സൂപ്പർവിഷൻ നമ്മളുടെ പണ്ട് തുടങ്ങിയ സ്കൂൾ എന്നുള്ളൊരു ഇപ്പോഴത്തെ ഒരു സിസ്റ്റമാറ്റിക് ആ ഒരു സിസ്റ്റത്തിലേക്ക് വരുന്നതിന് മുമ്പേ പണ്ട് തുടങ്ങിയ ഒരു വിദ്യാഭ്യാസ രീതി ഉണ്ടായിരുന്നു അല്ലെ, ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം ഉണ്ടായിരുന്നു. അത് പല രീതിയിലായിരുന്നു. ഗുരുകുല വിദ്യാഭ്യാസ രീതിയായിരുന്നു, പിന്നെ എഴുത്ത് കളരികൾ വന്നു, അങ്ങനെ അങ്ങനെ കുട്ടികള് താമസിച്ചും അങ്ങനെ ഇങ്ങനെ പല രീതിയിലൊക്കെ എഡ്യൂക്കേഷൻ നടന്നു. അപ്പോ എഡ്യൂക്കേഷന്റെ ഒരു എയിം എന്ന് പറയുന്നത് ശരിക്കും ഒരു വ്യക്തിയുടെ മാത്രം പേഴ്സണൽ ഗ്രോത്ത് എന്നുള്ള രീതിയിലല്ല, ഒരു സൊസൈറ്റിയിൽ അതിന്റെ ഇൻഫ്ലുവൻസ് വരുന്നു, ഒരു ഫാമിലിയിൽ വരുന്നു, ഒരു കൺട്രിയിൽ മുഴുവൻ വരുന്നു. ഇപ്പൊ ഒരു ഓൾ ഓവർ ദ വേൾഡ് അതിന്റെ ഒരു ഇൻഫ്ലുവൻസ്, അതിന്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് തന്നെ ശരിക്കും വരാറുണ്ട്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിന്റെ ഒരു എയിം അതാണ്. അപ്പൊ നമ്മൾ ഇപ്പോഴും നമ്മൾ എഡ്യൂക്കേഷനെ കുറിച്ച് പറയുമ്പോൾ മറിയ മോണ്ടിസോറി അങ്ങനെ ഒരു മെത്തേഡ് ഡിസൈൻ ചെയ്തത് തന്നെ അവർ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അല്ലെ. അപ്പൊ എഡ്യൂക്കേഷൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ബിസിനസ് ഒന്നും അല്ല വരേണ്ടത്. യെസ്, ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ അത് ഒരു മാനേജ്മെന്റ് ഉണ്ടാവും, അതിനൊരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാകും, അങ്ങനെ 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 പല പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ. ഇനി എഡ്യൂക്കേഷണൽ സൂപ്പർവിഷൻ, നമുക്ക് സൂപ്പർവൈസർ അല്ലെ, നമ്മൾ പല സെറ്റിങ്സിലും സൂപ്പർവൈസേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ ജോലി എന്താ ശരിക്കും? ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലം, അവിടെ സൂപ്പർവൈസർ എന്താ ചെയ്യുന്നത്? എല്ലാവർക്കും കാര്യക്ഷമമായി നടക്കുന്നുണ്ടോ നോക്കാനായിട്ട്. അതെ, സൂപ്പർവിഷൻ മേൽനോട്ടം വഹിക്കും അല്ലെ. ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാം ഇതുപോലെ തന്നെ റോള് ചെയ്യുന്ന ചില വ്യക്തികളെ. അതുപോലെ ഹോസ്പിറ്റലുകളിൽ നമുക്ക് കാണാം ഇതുപോലത്തെ റോൾസ് ചെയ്യുന്ന ചില വ്യക്തികളെ. പിന്നെ ഒരു എക്സാം നടക്കുമ്പോൾ എക്സാം ഹാളിൽ കാണാം സൂപ്പർവൈസർ എന്നുള്ള രീതിയിൽ. ഞങ്ങള് MSWന് പ്രോജക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നമ്മളെ പുറത്ത് ഏതെങ്കിലും ഏജൻസി പോയായിരിക്കും നമ്മൾ പ്രോജക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 2 സൂപ്പർവൈസറാണ്, ഒന്ന് ഇന്റേണൽ സൂപ്പർവൈസറും ഒന്ന് എക്സ്റ്റേണൽ സൂപ്പർവൈസറും. എക്സ്റ്റേണൽ എന്ന് പറയുന്നത് നമ്മൾ ഏത് ഏജൻസിയിലേക്കാണോ പോകുന്നത് അവിടെയുള്ള സൂപ്പർവൈസർ. ഇന്റേണൽ എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സൂപ്പർവൈസർ, ഗൈഡ് എന്നും പറയും അവരെ. അപ്പൊ നമുക്ക് വേണ്ടുന്ന ഇൻസ്ട്രക്ഷൻസ് തരുന്നത്, നമ്മൾ ആ ഒരു ദിവസത്തെ കാര്യങ്ങൾ ചെയ്ത് അവരുടെ അടുത്ത് അതിന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ അവരത് നോക്കി അനലൈസ് ചെയ്ത് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അതാണ്. അപ്പൊ സൂപ്പർവൈസർ എന്ന് പറയുന്ന ആളുടെ ജോലി അതാണല്ലേ. അല്ലാതെ നമ്മളോട് കമാൻഡ് ചെയ്യാം, അത് ചെയ്യണം ഇത് ചെയ്യാൻ പാടില്ല, അങ്ങനെ രീതിയിലുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി പോകും. അങ്ങനത്തെ ഒരു സൂപ്പർവൈസർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കില്ല. നമുക്ക് വർക്ക് ചെയ്യുന്നിടാണെങ്കിലും പഠിക്കുന്ന സ്ഥലമാണെങ്കിലും നമ്മൾ വല്ലാതൊരു ഭയങ്കര വീർപ്പുമുട്ടൽ അനുഭവിക്കപ്പെട്ടു അല്ലെ. നമുക്ക് എഡ്യൂക്കേഷൻ സൂപ്പർവിഷൻ എങ്ങനെയാണ്, പണ്ട് എങ്ങനെയായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിപ്പോ നോക്കുന്നത്. ഓക്കെ, ഇനി ഇൻസ്പെക്ഷൻ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്?
എനിക്കൊരു യൂണിറ്റ് അതുണ്ട്, ഞാൻ അത് കൂടുതലായിട്ട് പറയില്ല കാരണം അത് അശ്വതി മിസ് എടുക്കുന്ന ചാപ്റ്റർ ആണ്. പക്ഷെ സൂപ്പർവിഷൻ എടുക്കുന്നതിന് മുമ്പ് ഇൻസ്പെക്ഷൻ എന്നുള്ളൊരു കാര്യം ഒന്ന് പറയേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇൻസ്പെക്ഷൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ ഇൻസ്പെക്ഷൻ വരുന്നു എന്ന് പറഞ്ഞ ടീച്ചർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുന്ന കണ്ടിട്ടുണ്ടോ? ഒരു പേടി പോലെയൊക്കെ നമ്മളെയൊക്കെ ഭയങ്കര അടങ്ങാതെയൊക്കെ ഇരുത്തി ചില ടോപ്പിക്സ് ഒക്കെ നമ്മളെയൊക്കെ വീണ്ടും ഒന്നുകൂടെയൊക്കെ പഠിപ്പിച്ച് ഇൻസ്പെക്ടർ വരുമ്പോ നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കും. ഒരു സാധു മനുഷ്യൻ വന്ന് നമ്മളെയൊക്കെ നോക്കി ചിരിച്ചു തന്നെ പോകും. അത് എനിക്കുണ്ടായിട്ടുള്ള അനുഭവം കേട്ടോ, അല്ലാണ്ട് ചോദ്യം ചോദിക്കലൊന്നും ഉണ്ടായിട്ടില്ല. ഗവൺമെന്റ് സ്കൂളിലാവുന്നുണ്ട് നടന്നു വരുന്നത് അല്ലെ? ഗവൺമെന്റ് സ്കൂളിലാണ്. ഞാൻ ഗവൺമെന്റ് സ്കൂളിലായിരുന്നു പഠിച്ചത് 10th വരെ. പരിശോധിച്ച് പോവുക. അതാണ്. പിന്നെ അതിന്റെ രീതി അങ്ങ് മാറി. പിന്നെ കോളേജുകൾ അല്ലെങ്കിൽ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകള്, പ്രൊഫഷണൽ കോളേജുകളിലൊക്കെ നാക് അക്രഡീഷൻ അല്ലെ, നാക്കിന്റെ ഇത്ര പ്ലസ് കിട്ടണം, ഇത്ര സ്റ്റാർ കിട്ടണം എന്നൊക്കെ പറഞ്ഞ് പല പല മാറ്റങ്ങൾ കോളേജുകളിൽ വരുത്തുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തിനാ? എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല, ഹോസ്പിറ്റലുകളിൽ അവർക്ക് NABH അംഗീകാരമുള്ള ഹോസ്പിറ്റൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളല്ലേ, അതിന് ഹൈജീൻ അങ്ങനെ പല, പിന്നെ ഫെസിലിറ്റീസ് എല്ലാം നോക്കും, ആവശ്യത്തിന് ഡോക്ടർ ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കും. അപ്പൊ ഇത് തന്നെയാണ് സൂപ്പർ വിഷൻ എന്ന് പറയുന്നതിലും വരുന്ന കാര്യങ്ങൾ, ഫാക്ടേഴ്സ് അത് തന്നെയാണ്. ആദ്യ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ശരിക്കും മോണിറ്റർ ചെയ്യുവാണ് ഇവര് ചെയ്യുന്നത്. ആ സ്കൂളിന്റെ നടത്തിപ്പ് ശരിയായ രീതിയിലാണോ, ആ സ്കൂളിന് വേണ്ടുന്ന ഫെസിലിറ്റി ഉണ്ടോ, കുട്ടികൾക്ക് എന്തെല്ലാമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ടീച്ചേഴ്സ് എങ്ങനെയാണ്, ആ ഒരു ലേണിംഗ് എൻവിയോൺമെന്റ് എങ്ങനെയാണ്, ഇതൊക്കെയാണ് ഇവരുടെ ജോലി. അതൊക്കെ നോക്കുക, ഒരു മോണിറ്ററിങ്. അതാണ് ഇതെന്ന് പറയുന്നത്. ഒരു സ്കൂളിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എൻഹാൻസ്മെന്റ്, അതിന്റെ എല്ലാ ഏരിയയിലും ക്വാളിറ്റി അഷ്വർ ചെയ്യാൻ, അതിന്റെ എൻഹാൻസ്മെന്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിന് ചില സർട്ടൻ റൂൾസ് ഉണ്ടാകും, ചില റെഗുലേഷൻസ് ഉണ്ടാകും, ആക്ട്സും കോഡ്സും അങ്ങനെ പല കാര്യങ്ങളുണ്ടായിരിക്കും. പണ്ട് കാലത്ത് പക്ഷേ ഈ ഒരു സൂപ്പർവിഷൻ പണ്ട് കാലത്ത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. സ്ട്രിക്റ്റ് ഇൻ ദ സെൻസ് ഒരു ഓട്ടോക്രാറ്റിക് റൂള് പോലെയായിരുന്നു. വരുന്ന വ്യക്തിയുടെ ചില കമാൻഡിങ്ങും ഓർഡറിങ്ങും അങ്ങനെ ഇതായിരുന്നു. ഭയങ്കര പേടി സ്വപ്നം പോലെയായിരുന്നു പണ്ട് കാലത്ത്. ഇൻസ്പെക്ഷൻ എന്നുള്ള രീതിയിലായിരുന്നു അത് നടന്നിരുന്നത്. ഇൻസ്പെക്ടർ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു പോലീസിനെയൊക്കെയല്ലേ ഓർമ്മ വരിക. അപ്പൊ ആ രീതിയിലുള്ള ഒരു രീതിയായിരുന്നു പണ്ടത്തെ സൂപ്പർവിഷൻ. അത് അതോറിറ്റേറ്റീവ് ആയിരുന്നു. ഒരാൾ ഒറ്റയ്ക്കാണ് പല കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നത്, അയാളാണ് തീരുമാനിക്കുന്നത് എങ്ങനെ വേണം എങ്ങനെ വേണ്ടാന്നുള്ളത്. വെച്ചാൽ അവിടെ ഒരു കംഫർട്ട് സോൺ ആയിരുന്നില്ല. ഭയങ്കര സ്ട്രിക്റ്റ് റൂൾസും ആ വരുന്ന ആളുടെ രീതിക്ക് അനുസരിച്ച് അയാൾ ചില കാര്യങ്ങൾ നടപ്പാക്കും. ആ ഒരു രീതിയായിരുന്നു, ഒരു ഓട്ടോക്രാറ്റിക്, ഒരു അയാളുടെ തന്നെ ഒരു നമ്മളെ ഏകാധിപതി എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതി. പിന്നെ ഇല്ലോജിക്കൽ ആയിരുന്നു, അതായത് അൺലോജിക്കൽ, ഒട്ടും ലോജിക്കൽ അല്ലാത്ത ഒരു ആറ്റിറ്റ്യൂഡും അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. ഇപ്പൊ ഇൻസ്പെക്ടർ എന്നുള്ളത് ആ ഒരു വേർഡ് കേൾക്കുമ്പോ തന്നെ അന്നത്തെ കാലഘട്ടങ്ങളിൽ സ്കൂളിലുള്ളവർക്ക് ഭയങ്കര ഒരു ടെൻഷനും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊരു ഓൾഡ് ഫാഷൻ രീതിയായിരുന്നു, ഒട്ടും ഡെമോക്രാറ്റിക് ആയിരുന്നില്ല അന്നത്തെ ആ ഒരു ഇൻസ്പെക്ഷൻ, ആ ഒരു രീതിക്ക്. പിന്നീട് കാലങ്ങളെല്ലാം മാറിക്കഴിഞ്ഞപ്പം ആ സൂപ്പർവിഷൻ ഒരു സർവീസ് പോലെയായി മാറി. അത് സൂപ്പർവിഷൻ എന്നുള്ള പേരിലേക്ക് മാറ്റപ്പെട്ടു. ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ ഇൻസ്പെക്ടർ എന്നുള്ളത് സൂപ്പർവൈസർ അല്ലെങ്കിൽ സൂപ്പർവിഷൻ എന്നുള്ള രീതിയായി മാറി. അങ്ങനെ വന്നൊരു ഏകദേശം ഒരു ബിഗിനിങ് ഓഫ് 20th സെഞ്ച്വറി. ആ ഒരു കൺസെപ്റ്റ് അങ്ങനെ ഒരു മോഡിഫൈഡ് വേർഷനായി. അത് പിന്നെ സൂപ്പർവിഷൻ എന്നറിയപ്പെടാൻ തുടങ്ങി. അപ്പൊ കുറെ കംഫർട്ടബിൾ ഫോമായി. അത് സ്ട്രിക്റ്റ് ആയിട്ടുള്ളത്, റിജിഡ് ആയിട്ടുള്ള രീതിയെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രീതിയിലേക്ക് മാറ്റി. റിജിഡ് ഇൻസ്പെക്ഷൻ എന്നുള്ളത് ഡെമോക്രാറ്റിക് സൂപ്പർവിഷൻ ആയിട്ട് മാറി. എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആകുന്ന രീതിയിൽ, എല്ലാവർക്കും ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു രീതിയായി മാറി. നേരത്തെ അത് ഓട്ടോക്രാറ്റിക് ആയിരുന്നു, അതോറിറ്റേറ്റീവ് ആയിരുന്നു, ഇല്ലോജിക്കൽ ആയിരുന്നു. സ്വയം തീരുമാനിക്കുന്നു, കമാൻഡിങ്, അങ്ങനെ ഓർഡറിങ്, പിന്നെ ലോജിക്കൽ അല്ലാത്ത പല കാര്യങ്ങളും, അങ്ങനെ സ്ട്രിക്റ്റ് റൂൾസ് ഒക്കെ ആയിരുന്നു. റിജിഡ് ആയിട്ടുള്ള ഇൻസ്പെക്ഷൻ ഡെമോക്രാറ്റിക് സൂപ്പർവിഷൻ ആയിട്ട് മാറുകയാണ് ചെയ്തത്. എല്ലാ കൺട്രീസും അത് ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ആ രീതിയിൽ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തില് സൂപ്പർവിഷൻ വന്നു. ഓക്കെ, ഒരു സൂപ്പർവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരാള് സൂപ്പർവിഷന് വരുന്നു. ഇപ്പൊ നിങ്ങൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുവാണ്, ഗ്രൗണ്ട് ലെവലിൽ എക്സാം എഴുതാം, ഓൺലൈൻ എക്സാം അല്ല. ഓൺലൈൻ എക്സാം ആണെങ്കിലും നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ എക്സാം എഴുതുമ്പോൾ നിങ്ങളെ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് ഇൻവിജിലേറ്റേഴ്സ് ഉണ്ടല്ലേ.
നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യാനും, അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടിയുടെ വീഡിയോ കറക്റ്റ് അല്ലെങ്കിൽ അത് നോക്കാനും, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എവിടെയെങ്കിലും പോയി ഇരുന്ന് പരീക്ഷ എഴുതുവാണ്, ഗ്രൗണ്ട് ലെവലിൽ എക്സാം എഴുതുമ്പോഴും ഇതുപോലെ സൂപ്പർവൈസിങ്ങിനായിട്ട് ആൾക്കാരുണ്ടാകും, ഇൻവിജിലേറ്റേഴ്സ് ഉണ്ടാകും, അവരുടെ മുകളിൽ സൂപ്പർവൈസേഴ്സ് ഉണ്ടാകും, അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളും കാണും. അപ്പൊ സൂപ്പർവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു തരം ഇന്ററാക്ഷൻ തന്നെയാണ്. അറ്റ്ലീസ്റ്റ് രണ്ട് പേരെങ്കിലും തമ്മിലുള്ള ഇന്ററാക്ഷൻ ആയിട്ട് വരും സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ഓഫീസോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പോ ഹോസ്പിറ്റലോ നമ്മൾ മനസ്സിൽ കൊണ്ടുവന്ന് നമുക്കറിയാൻ പറ്റും ഇതുപോലെ ചില കാര്യങ്ങളിനെ വേണ്ടുന്ന കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ശരിക്കും ഈ സൂപ്പർവിഷൻ കൊണ്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത്, ഇതിന്റെ ഗോൾ എന്ന് പറയുന്നത് ഈ വർക്ക് എൻഹാൻസ് ചെയ്യുക, അതിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക. ഇൻഡിവിജ്വൽസിന്റെ ആണെങ്കിലും ഗ്രൂപ്പിന്റെ ആണെങ്കിലും. നമ്മളൊരു സ്കൂൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടീച്ചേഴ്സ് ഉണ്ട്, ടീച്ചിങ് സ്റ്റാഫ് ഉണ്ട്, നോൺ ടീച്ചിങ് സ്റ്റാഫും ഉണ്ട്, അല്ലെ? ഇവരുടെ എല്ലാവരുടെയും കൂടെ ഒരു ടീം വർക്കിലാണ് ആ സ്കൂൾ നല്ല രീതിയിൽ പോകുന്നത്. ഇനി ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള വർക്കും ഉണ്ടാവും, ഇൻഡിവിജ്വലി അവർക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അപ്പൊ എങ്ങനെയാണെങ്കിലും അവർ ഇൻഡിവിജ്വലി ചെയ്യുന്ന കാര്യങ്ങൾക്കാണെങ്കിലും ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കാണെങ്കിലും അതിന് വേണ്ടുന്ന സപ്പോർട്ടും ഗൈഡൻസും കൊടുക്കുന്ന ഒരാളായിരിക്കണം സൂപ്പർവൈസർ എന്ന് പറയുന്നത്. ആ പണ്ടത്തെ അതോറിറ്റേറ്റീവ്, ഓട്ടോക്രാറ്റിക്, ഇല്ലോജിക്കൽ ആയിരുന്ന ഇൻസ്പെക്ടർ വളരെ പെട്ടെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ഇതുപോലെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സൂപ്പർവൈസർ ആയിട്ട് മാറുകയാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. സൂപ്പർവൈസർ ശരിക്കും ടീച്ചേഴ്സിന് അവരുടെ ജോലി എളുപ്പമാക്കാനുള്ള ഒരാളാണ് സൂപ്പർവൈസർ എന്ന് പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് നമ്മൾ സ്മാർട്ട് സ്ട്രീയിലെ ടീച്ചേഴ്സ് കുറെ പേരുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ, ഞങ്ങളുടെ കൺസേൺ, ഞങ്ങളുടെ പല കാര്യങ്ങൾ പറയാനുള്ള ശരിക്കും സൂപ്പർവൈസേഴ്സ് എന്ന് പറയുന്നത് സിൻഡാൽ സാറും ജയദേവ് സാറും പ്രസിദ്ധ മാമും തന്നെയാണ്. അവരുടേതായിട്ടുള്ള ഡിസിഷൻ അല്ല അവരെടുക്കുന്നത്. അവര് നമ്മളോട് ചോദിക്കും, എങ്ങനെ ചെയ്താൽ മതിയോ? ഒരു എക്സാം കണ്ടക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ്സസ് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ഈ ടൈം ടീച്ചർക്ക് ഓക്കെ ആണ്. അതായത് അവര് ഡിസൈഡ് ചെയ്യല്ല ഈ ടൈമിൽ നിങ്ങൾ വർക്ക് ചെയ്യണം, അങ്ങനത്തെ ഒരു കാര്യമേ നമ്മൾക്ക് വരുന്നില്ല. ഈ ടൈമിൽ ഓക്കെ ആണ്. കുട്ടികളുടെ അടുത്തും അവർ ചോദിക്കും, നിങ്ങളോടും ചോദിക്കും, അല്ലെ? ഇപ്പൊ നിങ്ങൾക്ക് നൈറ്റ് മതി എന്ന് പറഞ്ഞപ്പോൾ നൈറ്റിലേക്ക് ക്ലാസ് മാറ്റുവാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മളുടെ എല്ലാം കൺസേൺസ് കേൾക്കുന്ന ഒരു സൂപ്പർവൈസർ ആണ് ഇപ്പോഴുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഉള്ളത്. ഓക്കെ, അങ്ങനെ ഇൻഡിവിജ്വൽസ് ആയാലും ഗ്രൂപ്പ്സ് ആയാലും അത് എഫക്റ്റീവ് ആയിട്ട് നല്ലൊരു ഔട്ട്പുട്ട്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്താന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. നല്ല രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ മാത്രമാണ് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുള്ളൂ. എന്റെ മോള് ഇപ്പൊ +2 കഴിഞ്ഞു, അപ്പൊ അവൾക്ക് പൈലറ്റ് ആകാനാണ് ആഗ്രഹം. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് പല ഫ്ലൈയിങ് അക്കാദമി, എനിക്ക് സത്യത്തിലൊരു റെഫറൻസ് ഇല്ലായിരുന്നു കേട്ടോ. ഫ്ലൈയിങ് അക്കാദമി എന്ന് വെച്ചാൽ അവർ പഠിച്ചിറങ്ങിയ ഒരാളോട് ചോദിക്കണമല്ലോ. നമ്മൾ എപ്പോഴും അങ്ങനെയാണല്ലോ, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ അവിടെ പഠിച്ചിറങ്ങിയ ആരെങ്കിലും പരിചയത്തിലുണ്ടോ എന്ന് അന്വേഷിച്ച് കൂടുതൽ അറിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ ജോയിൻ ആവുന്നത്. അപ്പൊ അങ്ങനെ നോക്കി വന്നപ്പോൾ അവളുടെ സ്കൂളിൽ സീനിയർ ആയിരുന്ന ഒരു പയ്യൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് കിട്ടി. അങ്ങനെ ആ കുട്ടിയുടെ ഹെൽപ്പോട് കൂടി കൂടുതൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി അറിയാൻ കഴിഞ്ഞു. എന്താണെന്ന് വെച്ചാല് അവളിപ്പോ കണ്ണിനൊരു പ്രൊസീജിയർ ചെയ്തു. കണ്ണിന് പ്രൊസീജിയർ ചെയ്തപ്പോ കുറച്ച് റെസ്റ്റ് വേണം. നാളെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഡൽഹിയിലാണ് തിയറി ക്ലാസ്, ഗ്രൗണ്ട് ക്ലാസ്സസ് 6 months ഉണ്ടാവും. അപ്പൊ നാളെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമ്മൾ അവരോട് ചോദിച്ചു, ഇത് ഓക്കെ ആയി, ഹെൽത്ത് ഓക്കെ ആകുന്നവരെ ഓൺലൈൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യാമെന്ന് ചോദിച്ചു. അവരതിന് റെഡിയായി. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തില് എല്ലാം ഫ്ലെക്സിബിൾ ആയി മാറുക. സ്റ്റുഡൻസിന്റെ കൺസേൺ കേൾക്കുന്നു, ടീച്ചേഴ്സിന്റെ കൺസേൺ കേൾക്കുന്ന മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷനും. അപ്പൊ ആ ഒരു രീതിയിൽ പോകണം. ഒരു സൂപ്പർവൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷണൽ ക്വാളിറ്റി അതിനെ എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. സൂപ്പർവൈസർ എന്തെങ്കിലും നിങ്ങൾ ഒരിക്കല് സൂപ്പർവൈസർ ആയിട്ട് പോകുമ്പോൾ ആലോചിക്കണം, വാട്ട് ഈസ് അവർ റോൾ? ഞാൻ എന്താണ് ചെയ്യുന്നത്? നമ്മളോട് ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഒരു ലീഡറായിട്ട്, ഒരു അക്കാദമിക് ലീഡറാണ് സൂപ്പർവൈസർ എന്ന് പറയുന്നത്. ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ അക്കാദമിക് കാര്യങ്ങളിൽ ഗൈഡൻസ് കൊടുക്കാൻ പറ്റണം, സപ്പോർട്ട് ചെയ്യാൻ പറ്റണം. പക്ഷെ ലീഡർക്കുള്ള ക്വാളിറ്റി ഞാൻ വളരെയധികം ആക്സെപ്റ്റ് ചെയ്യുന്ന ലീഡറുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാള് ലീഡർ ആണെന്നുള്ളത് പുറത്തുനിന്ന് വരുന്ന ഒരാൾക്കും മനസ്സിലാകരുത്. ആ രീതിയിലായിരിക്കണം ആ ലീഡർ ടീമിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. എന്ന് പറഞ്ഞാൽ എന്താ,
അവരുടെ കൂടെ മറ്റുള്ളവരിൽ ഒരാളായിട്ട് വേണം അവരിൽ ഒരാളായിട്ട്. അതെ, മുന്നിലും പോവരുത് അല്ലെ. ഞാനാണ് ലീഡർ എന്ന് പറഞ്ഞ മുന്നിലൂടെ പോരും. ഇവരുടെ ഒപ്പം നടക്കണം, മനസ്സിലാകുകയും ചെയ്യരുത്. ഒരു ക്രൗഡിന്റെ കൂടെ പോകുമ്പോ ഇതാണ് ലീഡർ എന്ന് മനസ്സിലാവരുത്. ബട്ട് ഹി ഷുഡ് ബി പെക്യൂലിയർ ഓൾസോ, ഹി ഓർ ഷീ ഓവർ ഇറ്റ് ഈസ് അല്ലെ. അവർക്ക് എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യാനായി പറ്റുന്ന, ഗൈഡൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫുൾ ഓഫ് നോളജ് ഉള്ള, മീൻസ് ഒരു ഡേറ്റ കോച്ച് എന്നൊക്കെ പറയാം. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്ന, എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാം. എംപതറ്റിക്കും ആയിരിക്കണം അല്ലെ. പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടാകും നമ്മുടെ ടീമിലുള്ള പലർക്കും. എനിക്ക് നമ്മുടെ പല ക്ലാസ്സുകളിൽ നിന്നും അതെനിക്ക് ഒത്തിരി റിഫ്ലക്ഷൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കൂടെയുള്ള, ഈവൻ നിങ്ങൾ തമ്മിൽ കാണുക പോലും ചെയ്യാതിരുന്നിട്ട് കൂടെയുള്ള ഒരാളുടെ പ്രശ്നം മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ, എല്ലാ ബാച്ചിലും അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു. ചില കുട്ടികൾ എന്നോടത് ഷെയർ ചെയ്തിട്ടുണ്ട് പേഴ്സണലി. ഐ ഫീൽ വെരി പ്രൗഡ്. നിങ്ങളുടെ ഭാഗമാണല്ലോ ഞാനെന്ന് ഓർത്തിട്ട് ഭയങ്കര പ്രൗഡൊക്കെ തോന്നിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് ശരിക്കും നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. ആരും അറിയണില്ല അവര് ചെയ്യുന്ന കാര്യം. അങ്ങനെ തന്നെയാ വേണ്ടത് ലീഡർ. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുമ്പോ കൺസെപ്റ്റ് എന്നുള്ളൊരു കാര്യത്തിന്റെ താഴെ ഈ ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് എങ്ങനെയായിരുന്നു, ഇൻസ്പെക്ടർ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ഒരു 20th സെഞ്ചുറിയുടെ ആയി വന്നപ്പോഴേക്കും അത് മാറി സൂപ്പർവൈസർ ആയി, സൂപ്പർവിഷൻ എന്നുള്ള കാര്യമായി. അപ്പൊ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയി, എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആകുന്ന രീതിയിലായി മാറി. അപ്പൊ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ മുഴുവനും ആ ഒരു രീതിയിൽ സൂപ്പർവിഷൻ നടക്കാൻ തുടങ്ങി. അതിന്റെ കൺസെപ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. ഒരു ഇന്ററാക്ഷൻ ആണ് ശരിക്കും സൂപ്പർവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാണ്ട് ഒരാൾ ടോപ്പിൽ കയറി നിന്നിട്ട് കമാൻഡ് ചെയ്യുകയോ ഓർഡർ ചെയ്യുകയോ അല്ല. അവിടെ ഒരു ഇന്ററാക്ഷൻ ആണ് ശരിക്കും നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ്. ഇനി കുറെ ഓതേഴ്സ് സൂപ്പർവിഷനെ കുറിച്ചിട്ട് പല ഡെഫിനിഷൻസ് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവില് പല ഡെഫിനിഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഈ എഴുതിയിരിക്കുന്ന പല ഓതേഴ്സിന്റെ പേരിലൊക്കെ കുറെ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മള് അതൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറെ പേരുടെ ഡീറ്റെയിൽസ്, കുറെ പേരുടെ ആ ഓതേഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. നമുക്കിപ്പോ ജസ്റ്റ് സൂപ്പർവിഷന്റെ ഡെഫിനേഷൻ എന്താണെന്നൊന്ന് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് ഓരോരോ ഓതേഴ്സ് അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്ന് നോക്കിയാൽ മതി. ഇവിടെ ആഡംസ് ആൻഡ് ഡിക്കി, ഡിക്കി എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് DICKEY എന്നും കൂടി ഉണ്ട്. ഹറോൾഡ് P. ആഡംസ്, ഫ്രാങ്ക് ഡിക്കി, അങ്ങനെ എന്തോ ആണ് പേര് മുഴുവനും. 2 ഓതേഴ്സ് ആണ്. അവര് സൂപ്പർവിഷനെ കുറിച്ചിട്ട് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ്. എന്റെ മോൾ ഇവിടെ ഉള്ളിടത്തോളം കാലം നല്ല ശബ്ദം ചിലപ്പോൾ കേൾക്കും, ഒന്നും വിചാരിക്കരുത്. അവിടെ ഞങ്ങള് 3rd വീക്കിൽ പാക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് എന്റെ അടുത്ത് വന്ന് നിൽക്കുവാണേ. ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ബുക്കാണ് അവര് എഴുതിയത്. അപ്പൊ അതിൽ സൂപ്പർവിഷൻ എന്താണെന്നൊരു സ്റ്റേറ്റ്മെന്റ് കോഡ്സിൽ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. സൂപ്പർവിഷൻ അതൊന്ന് വായിച്ചിട്ട് ഞാൻ പറയാം. മോളൊന്ന് കാണിച്ചു തരൂ ടീച്ചറെ, എന്താ പ്രശ്നം? വരുമ്പോ പ്രണവി നല്ല കോലമല്ല എന്ന് പറയുന്നു. എന്ത് കോലമാണെങ്കിലും അവരെ അക്സെപ്റ്റ് ചെയ്യും. ഹായ്, ഹലോ, ഹായ്. ഹൗ ആർ യു? അതേ മുഖം തന്നെ. ഞാൻ കണ്ടില്ല. എവിടെ? ഹായ്. കുറച്ച് വലുതായിട്ടാണ് വരുന്നത്. പിൻ ചെയ്തു. മേക്കപ്പ് ഒന്നും ചെയ്യാണ്ടത് നാച്ചുറൽ ആയിട്ട് കാണുമ്പോഴാണ് ഭംഗി. മേക്കപ്പ് ചെയ്യാറില്ല. ഇതിപ്പോ കണ്ണിന് ചെയ്തുകൊണ്ടോ മേക്കപ്പ് ചെയ്യാറില്ല കേട്ടോ. ശരിയാ, സത്യം. മാം, ഈ മോളാണോ ഇപ്പൊ കോഴ്സിന് ചേരുന്ന? അതാണോ, അയാളാണോ? അതെ. കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. എന്താ പേര് മോളുടെ? ഓക്കെ, ഞാൻ പറഞ്ഞേക്കാം. അവള് പോയി, ഞാൻ പറഞ്ഞേക്കാം നിങ്ങളുടെ എല്ലാ വിഷസും. ഓക്കെ, സോ സൂപ്പർവിഷന്റെ ഒരു ഡെഫിനിഷൻ നമുക്കിവിടെ കാണാം. ആഡംസ് ആൻഡ് ഡിക്കി പറഞ്ഞിരിക്കുന്നത്, സൂപ്പർവിഷൻ ഈസ് എ
പ്ലാൻഡ് പ്രോഗ്രാം ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ആ ഡെഫിനിഷൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ സൂപ്പർവിഷൻ എന്നുള്ളത് മനസ്സിലാകും. ഇറ്റ്സ് എ പ്ലാൻ പ്രോഗ്രാം ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണെന്ന്. അവർക്കെല്ലാമാണ് അതിന്റെ ഒരു റിസൾട്ട് കിട്ടുന്നത് അല്ലെ. സ്റ്റുഡൻസ്, പാരന്റ്സ്, സൊസൈറ്റി, കമ്മ്യൂണിറ്റി, ടീച്ചേഴ്സ്, അതർ സ്റ്റാഫ്, മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ, അങ്ങനെ അങ്ങനെ പോകുന്നു പല പല സ്റ്റാഫ്. ഓക്കെ, അവിടെ തന്നെ വേറെ രണ്ട് ഓതേഴ്സ്. ബാർ ആൻഡ് ബർട്ടൺ സൂപ്പർവിഷൻ ഇസ് ദ ഫ്രെയിംവർക്ക് അപ്പോൺ വിച്ച് all programs for the improvement of teaching must be built. അതായത് അവര് പറയുന്നത് ടീച്ചേഴ്സിന്റെ അവര് ചെയ്യുന്ന ജോലി, അതായത് ടീച്ചിങ് ആണല്ലോ, അതിന്റെ ഇംപ്രൂവ്മെന്റ് ആണ് വേണ്ടിയിട്ടാണ് സൂപ്പർവിഷൻ എന്നുള്ള രീതിയിലാണ് ആ രണ്ട് ഓതേഴ്സ് പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് പേജിൽ എനിക്കത് ഓരോ ഓതേഴ്സിനെയും സെർച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് കാണും. വേണമെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഇതൊരു സെമിനാർ ആയിട്ട് എടുക്കാം. ഈ പല ഓതേഴ്സും അവരുടെ ബുക്കിലൂടെ എന്താണ് സൂപ്പർവിഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ചെറിയൊരു ടോപ്പിക്കാണ്, പക്ഷെ നല്ല രീതിയിൽ തന്നെ സൂപ്പർവിഷന്റെ ഡെഫിനിഷനും അതിനെ റിലേറ്റ് ചെയ്ത എക്സാമ്പിൾസും പറയാനായിട്ട് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒരു സെമിനാർ ടോപ്പിക് ആയിട്ട് എടുക്കാം. ഇപ്പൊ മനസ്സിലായല്ലോ, സെമിനാർ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോർഷൻ ഞങ്ങൾ എടുക്കില്ല എന്നുള്ളതല്ല, നമ്മൾ അതൊന്ന് ബ്രീഫ് ചെയ്ത് പോവും. പക്ഷെ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് പ്രസന്റ് ചെയ്യേണ്ടത് നിങ്ങളായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് കിംപാൽ വൈറ്റ്സ്. അടുത്ത അദ്ദേഹം പറയുന്നത് സൂപ്പർവിഷൻ ഫോർ ബെറ്റർ സ്കൂൾസ്. ആ ഒരു സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കൂ, അപ്പൊ മനസ്സിലാവും. നല്ല സ്കൂളുകൾക്ക് വേണ്ടിയിട്ട്, അതായത് ടീച്ചേഴ്സ് ആണല്ലോ മെയിൻ ആയിട്ടും ഒരു ക്ലാസ് റൂം മാനേജ് ചെയ്യുന്ന മാനേജേഴ്സ്. ഡേറ്റ കോച്ചാണ്, അവര് കുട്ടികൾക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുന്നു, നല്ലൊരു ലേണിംഗ് എൻവയോൺമെന്റ് അവര് ഡിസൈൻ ചെയ്യുന്നു. ആ ലേണിംഗ് എൻവയോൺമെന്റിലൂടെയുള്ള ലേണിംഗ് എക്സ്പീരിയൻസസ്, അതായത് ആ ലേണിംഗ് എൻവയോൺമെന്റിൽ നിന്ന് കിട്ടുന്ന ഫ്രൂട്ട്സ്, റിസൾട്ട് എൻജോയ് ചെയ്യുന്നു ടീച്ചേഴ്സും കുട്ടികളും കൂടി. ലേണിംഗ് എക്സ്പീരിയൻസ് കുട്ടികൾക്ക് മാത്രമല്ല ടീച്ചേഴ്സിനുമാണ്. നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ അത് പറഞ്ഞു. 5 കീ ഫാക്ടേഴ്സിൽ വരുന്ന മെയിൻ ഒരു പൊട്ടന്റ് ഫോഴ്സ് ആയിരുന്നു നമ്മുടെ ടീച്ചേഴ്സ്. കുട്ടികളുണ്ട്, ലേണേഴ്സ്, അവരാണ് സ്റ്റുഡൻസ്. ഇവര് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഇന്ററാക്ട് ചെയ്യുന്ന ഭാഗമാണ് ലേണിംഗ് എൻവയോൺമെന്റ്. അത് ക്ലാസ് റൂം ആകാം, ഏത് ഏരിയ വേണമെങ്കിലും ആകാം, ലാബ് ആകാം, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഗൂഗിൾ പ്ലാറ്റ്ഫോം ആണ് അല്ലെ. പിന്നെ അങ്ങനെ അപ്പൊ അതിൽ നിന്നും എക്സ്പീരിയൻസസ്, അവർ ആ ലേണിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന ഫ്രൂട്ട്സ് ആണ്, റിസൾട്ട് ആണ് ലേണിംഗ് എക്സ്പീരിയൻസസ്. അത് എൻജോയ് ചെയ്യുന്ന രണ്ടുപേരാണ് ടീച്ചേഴ്സും സ്റ്റുഡൻസും. ആ ടീച്ചേഴ്സിന് അവരുടെ ജോലി നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും, ഡു ദർ ജോബ് ബെറ്റർ. അതാണ് സൂപ്പർവിഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കിംപാൽ പറഞ്ഞു. അപ്പൊ എല്ലാരും പറയുന്നതെല്ലാം ബെറ്റർമെന്റ് ആണല്ലേ, ഒരു ഡെവലപ്മെന്റ്, ബെറ്റർമെന്റ് ആണ്. എല്ലാ ഈ പറഞ്ഞ ഓതേഴ്സ് എല്ലാം പറയുന്നത് അതാണ്. നെക്സ്റ്റ് ഹാർലഡ് അല്ല കേട്ടോ, ഹാരോൾഡ് എന്നാണ്. HAROLD. സ്പെല്ല് ചെയ്യുന്നത് അങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യുന്നത് അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ആളുടെ സ്പെല്ലിംഗ് ഇതാണ്, HAROLD ആണ്. നമുക്ക് അവിടെ ED എന്നാണ് വന്നിരിക്കുന്നത്, അതൊന്ന് കറക്റ്റ് ചെയ്യാം. HAROLD. അദ്ദേഹം പറഞ്ഞത് എന്താന്നുള്ളത് ആ ഒരു ഒറ്റ സെന്റൻസ് വരുന്നുണ്ട്, അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അപ്പം ഹാരോൾഡ് സ്പിയേഴ്സ് പറഞ്ഞത് സൂപ്പർവിഷൻ ഒരു സർവീസ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാല്, എന്തിനാണ് സർവീസ്? നമ്മൾ സർവീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരാൾക്ക് ഒരു ഹെൽപ്പ്, ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണല്ലോ സർവീസ് പറയുന്നത്. എഡ്യൂക്കേറ്റേഴ്സിനും എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷനും അവരുടെ ജോബ് നന്നായി ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതാണ് അത്. അപ്പൊ സൂപ്പർവിഷൻ എന്ന് പറയുന്നത് ഒരു സർവീസ് ആണ് എന്നാണ് ഹാരോൾഡ് സ്പിയേഴ്സ് പറഞ്ഞത്. അടുത്ത ബെർണാഡ് ആൻഡ് ഗുഡിയർ. യെസ്, എല്ലാവരുടെയും എൻഡിങ് ബെറ്റർ എന്നുള്ളതാണ്. ശരിയാണ്, എല്ലാം നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ശരിക്കും നിങ്ങൾക്ക് PG വളരെ ഈസിയാണ്, നിങ്ങൾക്ക് മാർക്ക് നല്ല പോലെ എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക് ആണ്. ബട്ട് അതിനേക്കാൾ ഉപരി വൺസ് വെൻ യു
ഗോ ത്രൂ, ഇതിലൂടെ കടന്നു പോകുമ്പോൾ, ഇത് വായിച്ചു പോകുമ്പോൾ കുറേ പോസിറ്റീവ് തോട്ട്സ് നമ്മുടെ ഉള്ളിലേക്ക് വരും. ഓൾറെഡി മോണ്ടിസോറി മെത്തേഡിലൂടെ കടന്നു പോയവർക്കറിയാം നമ്മൾ എങ്ങനെ മാറണം, ഏത് രീതിയിലേക്ക് ആവണം എന്നുള്ളത് അറിയാം. പക്ഷെ ഈ ഇതിൽ കുറെയൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്കും കാര്യങ്ങളുണ്ടെങ്കിൽ പോലും നമ്മൾ ഇരുന്ന് വായിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യും. യെസ്, ആസ് എ ടീച്ചർ എനിക്ക് എങ്ങനെ ആവാൻ പറ്റും, ആസ് എ പാരന്റ് എനിക്ക് എങ്ങനെ ആവാൻ പറ്റും, ഞാൻ ഒരിടത്തൊരു സ്റ്റുഡന്റ് ആണെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് എങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, എനിക്ക് എങ്ങനെ ആവാനായിട്ട് പറ്റും, എന്റെ ടീമിനോട് എനിക്ക് എങ്ങനെ നീതി പുലർത്താൻ പറ്റും, എങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, ഇതെല്ലാം വരും. നമ്മൾ മോണ്ടിസോറി മെത്തേഡിൽ പറയുന്ന റെസിപ്രോക്കൽ ഹെൽപ്പ്, മ്യൂച്വൽ ഹെൽപ്പ്, ഇതെല്ലാം നമുക്കിവിടെ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ കൊടുക്കാനായിട്ടും എല്ലാം നമുക്ക് പറ്റും. ആ ഒരു ഇത് തന്നെയാണ്. ഓക്കെ, അപ്പോ മാർക്ക് എന്നുള്ളത് ശരിക്കും പ്രയോറിറ്റി ആണ്. കാരണം വെച്ചാൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റിൽ ഈ മാർക്ക് എൻട്രി ചെയ്ത് വരുമല്ലോ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു കോഴ്സ് നടത്തുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു ക്രൈറ്റീരിയ വെക്കും. ഇത്രയും കുട്ടികൾ ഇവിടെ പഠിച്ചു, അവരെങ്ങനെ എഫേർട്ട് ഇട്ടു, ആ എഫേർട്ടിന് എന്താണ് ഔട്ട്കം വന്നത് എന്ന് കാണിക്കാനുള്ള ഒരു പ്രൂഫ് തന്നെയാണ് സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും. അതുകൊണ്ട് നമ്മൾ തരുന്ന ഗൈഡൻസ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു ദിവസം ഒരു 30 minutes ഒക്കെ ഒന്ന് മാറ്റി വെച്ച് വർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും കൺസേൺസ് റിഗാർഡിങ് എക്സാംസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അതോറിറ്റീസിനെ അറിയിക്കുക. നമ്മളോടും പറയുക, നമ്മൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ് ചെയ്യും. അതൊക്കെ ഈ ഒരു എൻറ്റയർ സിസ്റ്റത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. അതായത് ഒരു ഇന്ററാക്ഷനുമാണ്, ഇന്റർവെൻഷനുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. ബെർണാഡ് ഗുഡിയർ പറയുന്നത് സൂപ്പർവിഷൻ ഒരു ഇന്റർവെൻഷൻ ആണെന്ന്. എങ്ങനെയുള്ള ഇന്റർവെൻഷൻ ആണെന്ന് വായിച്ചു നോക്കി. യെസ്, അവിടെ ഒരു ഇന്റർവെൻഷൻ ആണെന്ന് പറയുന്നുണ്ട് അല്ലെ. ആ ഇന്റർവെൻഷൻ പ്രൊവൈഡഡ് ബൈ എ സീനിയർ മെമ്പർ ഏജിലല്ല, ഓഫ് എ പ്രൊഫഷൻ, ബൈ പ്രൊഫഷൻ സീനിയർ ആയിട്ടുള്ള, അതായത് ആ പ്രൊഫഷനിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാള് ആ പ്രൊഫഷന്റെ ഭാഗമായിട്ട് ജോലി ചെയ്യുന്ന ജൂനിയർ മെമ്പേഴ്സിന് കൊടുക്കുന്ന ഒരു സപ്പോർട്ട്, ഒരു ഇന്റർവെൻഷൻ ആണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. അത് ഫോളോ അപ്പും ചെയ്തുകൊണ്ടിരിക്കും. അതിപ്പോ സഫിയ കുറെ സ്റ്റിച്ചിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഓൺലൈനായിട്ട് ക്ലാസ് പഠിച്ചു, അത് കഴിഞ്ഞപ്പോ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ എന്താ വെച്ചാല് പഠിപ്പിക്കുമ്പോ ഫോളോ അപ്പ് ചെയ്യും അല്ലെ. ഒരു മെത്തേഡ് പഠിപ്പിച്ചു, ലൈക്ക് ഏതെങ്കിലും ഒരു സ്റ്റിച്ച് ആയിരിക്കും, പിറ്റേ ദിവസം ക്ലാസ്സിൽ വരുമ്പോൾ അതെന്തായി ഇവാലുവേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ ഫോളോ അപ്പ് ചെയ്യും. അതിന് എങ്ങനെ അത് കുറച്ചുകൂടെ ഭംഗിയാക്കാം, എങ്ങനെ പെർഫെക്റ്റ് ആക്കാം എന്നുള്ള രീതിയിലുള്ള ഗൈഡൻസ് ഒക്കെ കൊടുക്കും. അതാണ് ഒരു സൂപ്പർവൈസർ എന്ന് ചെയ്യുന്നത്. അവരൊരു ഇന്റർവെൻഷൻ നടത്തും. അവരുടെ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് അവര് ജൂനിയർ ആയിട്ടുള്ള അതേ പ്രൊഫഷനിൽ പോകുന്ന ഒരാൾക്ക് വേണ്ടുന്ന ഗൈഡൻസ് സപ്പോർട്ട് കൊടുക്കും. ആ രീതിയിൽ ഇന്റർവെൻഷൻ കൊടുക്കും. ആ ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു സൂപ്പർവൈസർ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആളും ജൂനിയർ മോസ്റ്റ്, അത് ബൈ പ്രൊഫഷനിലാണ് കേട്ടോ, ഏജ് വൈസ് അല്ല. ആ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളും താഴെ അതേ ജോബിലൂടെ കടന്നു പോകുന്ന ഒരാളും കൂടെ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അത് ഇവാലുവേറ്റീവ് ആണ്. അതുപോലെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നതാണ്. ഫോളോ അപ്പ് നടക്കും, ഓവർ ടൈം ഇങ്ങനെ ഫോളോ അപ്പ് നടക്കും. അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ആ പ്രൊഫഷണൽ ഫങ്ഷനിങ്, ആ വർക്ക് ചെയ്യുന്ന ആളുടെ ആ പ്രൊഫഷണൽ ഫങ്ഷനിങ് ജൂനിയർ മെമ്പേഴ്സിന്റെ അതിനെ എൻഹാൻസ് ചെയ്യുക, അവരുടെ ആ ഒരു വർക്ക് കൂടുതൽ സ്റ്റാൻഡേർഡൈസ്ഡ് ആക്കാനായിട്ടുള്ള ഒരു ആണ് അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഒരാള് എന്താണ് സൂപ്പർവിഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഡഗ്ലസ് ഇത്താൽ എന്താ പറയുന്നത് നോക്കാം. അയച്ചു. ഫങ്ഷൻസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും കേട്ടോ, ഇൻസ്ട്രക്ഷൻ ആവില്ല.
അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് മോർ എഫക്റ്റീവ് പെർഫോമൻസ് ഓഫ് ദ ഫങ്ഷൻസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആകണം. ഡഗ്ലസ് അദ്ദേഹം പറയുന്നത് സൂപ്പർവിഷൻ എന്ന് പറയുന്നത് എഫേർട്ട് ടു സ്റ്റിമുലേറ്റ്, ട്രിഗർ ചെയ്യുക, കോർഡിനേറ്റ്, ഗൈഡ് ചെയ്യുക, ഓരോ ടീച്ചേഴ്സിന്റെയും ഗ്രോത്ത് അത് കൂടുതൽ നല്ല രീതിയിൽ അവർ അപ്ഡേറ്റഡ് ആകണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട് തന്നെയാണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. അത് ഇൻഡിവിജ്വലിയും ചെയ്യും, ടീമായിട്ട് ചെയ്യും, കളക്റ്റീവ്ലി ആയിട്ട് ചെയ്യും. നല്ല പെർഫോമൻസ്, എഫക്റ്റീവ് പെർഫോമൻസ് നടക്കണം. എന്തിനാണ്? ഫോർ ദ ഫങ്ഷനിങ് ഓഫ് ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫങ്ഷനിങ്, നടത്തിപ്പ്, അതിന്റെ രീതികൾ അത് കൂടുതൽ ഇംപ്രൂവ് ആകാനായിട്ട്, എഫക്റ്റീവ് ആകാനും, നല്ല ക്വാളിറ്റിയോടുകൂടിയും എഫിഷ്യന്റി ആയിട്ടും ആകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നന്നാക്കുവാണെങ്കിൽ അതിന്റെ ബെനിഫിഷ്യറീസ് ആയിട്ട് വരുന്നത് ആരാണ്? അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന കുട്ടികളിലെ നല്ല റിസൾട്ടോടുകൂടി കുറെ മാർക്ക് വാങ്ങി കൂട്ടുക എന്നുള്ളതല്ല, അവർക്ക് നല്ലൊരു സൊസൈറ്റിയിലേക്ക് പ്രൊഡക്റ്റീവായിട്ട് ഇറങ്ങുന്നവർ. നമ്മുടെ മോണ്ടിസോറി മെത്തേഡും അത് തന്നെയാണ് അല്ലെ. അതാണ് സ്കൂളുകളിലും കോളേജുകളിലും. ഇപ്പം മോണ്ടിസോറി മെത്തേഡ് ഒന്നും ആവില്ലെങ്കിൽ പോലും അവർ പല പല ആക്ടിവിറ്റീസ് നടത്താറുണ്ട്. സൊസൈറ്റിയിലേക്ക് ഒരു കുട്ടി പോകുമ്പോൾ ആ സൊസൈറ്റിയിൽ അവൻ എങ്ങനെയുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആയി തീരണം എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള ലൈക്ക് ക്യാമ്പുകൾ നടത്താറുണ്ട്. അതുപോലെ തന്നെ പല സർവീസ് എന്നുള്ള രീതിയിൽ ഓൾഡ് ഏജ് ഹോം വിസിറ്റ് ചെയ്യുക, അവിടെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക, അവിടെ ക്ലീൻ ചെയ്യുക. ഇപ്പൊ NSS ക്യാമ്പുകൾ പോലുള്ള ക്യാമ്പുകളൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള കുറെ ആക്ടിവിറ്റീസ് ഒക്കെ സ്കൂൾ തലങ്ങളിലും കോളേജ് തലങ്ങളിലും ഉണ്ട് അല്ലെ. അത് അക്കാദമിക്സ് മാത്രമല്ല, കരിക്കുലർ ഭാഗം മാത്രമല്ല നോക്കുന്നത്, അതിന് ഔട്ട്സൈഡ് ഇവർ എങ്ങനെയൊരു നല്ല മനുഷ്യൻ കൂടി ആകണം, ആ രീതിയിൽ വേണം എഡ്യൂക്കേഷൻ പോകാൻ. അപ്പൊ ആ രീതിയിൽ സൊസൈറ്റിയിൽ നല്ലൊരു പ്രൊഡക്റ്റീവായിട്ടുള്ള ആളുകളായിട്ട് ഉള്ള രീതിയിൽ സ്റ്റുഡൻസിനെ ആക്കി തീർക്കാൻ ടീച്ചേഴ്സിനെ അപ്ഗ്രേഡ് ചെയ്യുക, അതാണ് സൂപ്പർവിഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് ഡഗ്ലാസ് പറയുന്നത്. ഓൾമോസ്റ്റ് എല്ലാരും പറഞ്ഞു തരുന്നത് അതൊക്കെ തന്നെ അല്ലെ. സമയം പോലെ ഓരോ ഓതേഴ്സിനെ ഒന്ന് സെർച്ച് ചെയ്ത് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകാനായിട്ട് പറ്റും. അപ്പൊ ശരിക്കും എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ സൂപ്പർവിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് തന്നെയാണ്. ശരിക്കും ചെയ്യുന്നത് സ്കൂളിലെ ഓരോ സ്റ്റാഫിന്റെയും പെർഫോമൻസ് മോണിറ്റർ ചെയ്യും, അവരുടെ മെറിറ്റ്സും ഡീമെറിറ്റ്സും, പോസിറ്റീവും നെഗറ്റീവും ഉണ്ടോ അതെല്ലാം നോക്കുന്നു. പിന്നെ അവരെ നല്ല രീതിയിൽ മെറിറ്റ്സും ഡീമെറിറ്റ്സും നോക്കി, ഡീമെറിറ്റ്സ് ഉണ്ടെങ്കിൽ പോലും പറയില്ല, നമ്മൾ നെഗറ്റീവ് ഉണ്ടെങ്കിൽ പതുക്കെ പറയണ പോലെ അത് കറക്റ്റ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നു, അവരെ സപ്പോർട്ട് ചെയ്യുന്നു, അവരുടെ പോസിറ്റീവ്സ് ഉറക്കെ പറയും. ആ ഒരു രീതിയിലായിരിക്കണം സൂപ്പർവിഷൻ പോകുന്നത്. അല്ലാതെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അവരെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക, ആ ഒരു രീതി സൂപ്പർവിഷൻ ഇല്ല. ഇപ്പോഴുള്ള രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നല്ലൊരു ഹെൽത്തി ആയുള്ള റിലേഷൻഷിപ്പ്, ഒരു ഇന്റർവെൻഷനിലൂടെയാണ് സൂപ്പർവിഷൻ പോകുന്നത്. അവരുടെ ഫ്ലോസ് അത് മാറ്റി കുറച്ച് അവരെ ഇംപ്രൂവ് ചെയ്യുന്നു, അവരുടെ മെറിറ്റ്സ് ഇംപ്രൂവ് ചെയ്ത് ആ സ്കൂളിന്റെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നു. അങ്ങനെ എഡ്യൂക്കേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് എഡ്യൂക്കേഷണൽ സൂപ്പർവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മുകളിൽ നമ്മൾ കുറേ ഡെഫിനിഷൻസ് കണ്ടു. അതെല്ലാം നമ്മൾ മനസ്സിൽ വെച്ചിട്ട് വേണം ഇനി സൂപ്പർവിഷൻ എന്താണ്, അതിന്റെ കമ്പണൻസ് എന്താണെന്ന് നോക്കാനായിട്ട്. പിന്നെ പല ടൈപ്സ് ഓഫ് സൂപ്പർവിഷൻ ഉണ്ട്. കഴിഞ്ഞ ആദ്യത്തെ ബാച്ചിലെ കുട്ടികൾ ടൈപ്സ് ഓഫ് സൂപ്പർവിഷനിൽ ഓരോരോ ടോപ്പിക് എടുത്തിട്ട് അവര് പ്രസന്റ് ചെയ്തിരുന്നു, സെമിനാർ പോലെ പ്രസന്റ് ചെയ്തിരുന്നു. അപ്പൊ നിങ്ങൾ ഇതിലുള്ള മാറ്റർ മാത്രം കളക്ട് ചെയ്ത് പ്രസന്റ് ചെയ്യുക എന്നുള്ളതല്ല നമ്മൾ സെമിനാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ് നമ്മൾ എപ്പോഴും പറയില്ലേ, എവിടെ എന്തൊക്കെയാണോ ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റുക അതെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിൽ 5 minutes ഇതിലുള്ള മാറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കിത് വായിച്ചാൽ കിട്ടും. 5 minutes നിങ്ങൾക്ക് എന്തെങ്കിലുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റുവാണെങ്കിൽ. ഒരു സെമീന ഉണ്ടായിരുന്നു, സെമീന അത് ഭയങ്കര ഭംഗിയായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു കുട്ടി ചെയ്ത കാര്യം റിലേറ്റ് ചെയ്ത് സൂപ്പർവിഷൻ പറയുന്നുണ്ടായിരുന്നു. കറക്റ്റീവ് സൂപ്പർവിഷൻ ആണ് സെമീന എടുത്തിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കറക്റ്റീവ് സൂപ്പർവിഷന്റെ വേറൊരു പേരാണ് ഫോൾട്ട് ഫൈൻഡിങ്. നിങ്ങൾക്ക് ആ കറക്റ്റീവ് എന്നുള്ള പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഫോൾട്ട് ഫൈൻഡിങ് എന്താണോ ഒരു കാര്യം, ഒരു ടാസ്കിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ട്, ഫ്ലോസ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അത് കറക്റ്റ് ചെയ്ത്
മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പൊ അതൊരു കുട്ടി ചെയ്ത എന്തോ ഒരു ടാസ്ക് വെച്ചിട്ട് നല്ലപോലെ അതിനെ റിലേറ്റ് ചെയ്ത് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ അത് ചെയ്യാം, പക്ഷെ ആ ലാംഗ്വേജ് സിമ്പിൾ ആയിരിക്കണം, ക്ലാരിറ്റി ഉള്ളതായിരിക്കണം, കേൾക്കുന്നവർക്ക് അത് ആ ഒറ്റ പ്രാവശ്യം കേൾക്കുമ്പോൾ മനസ്സിലാകണം. അത് ഓക്കെ. നമ്മള് സൂപ്പർവിഷന്റെ കുറെ ഡെഫിനിഷൻസ് പറഞ്ഞു, അതിന്റെ കുറെ ഇന്റർവെൻഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ പല രീതിയിലുള്ള സ്കിൽസ് ഉണ്ടാകണം ഒരു സൂപ്പർവൈസർ ആയിട്ടുള്ള ഒരാൾക്ക്. സ്കിൽസ് എന്ന് പറഞ്ഞാൽ ബോത്ത് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ അല്ലെ. പേഴ്സണലി എംപത്തറ്റിക് ആയിരിക്കണം ആള്, മറ്റുള്ളവരുടെ സ്ഥാനത്ത് നിന്ന് അവരുടെ പ്രോബ്ലം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കണം അല്ലെ. പിന്നെ പേഷ്യൻസ്, കേൾക്കാനുള്ള ഒരു മനസ്സ്, അതെല്ലാം വേണം. അതിപ്പോ സൂപ്പർവൈസർ എന്നല്ല, ഏതൊരു വ്യക്തിക്കും നമ്മളൊരു പൊസിഷനിലേക്ക് ചെല്ലുമ്പോൾ, പ്രൊഫഷണലി നമ്മളൊരു പൊസിഷനിൽ ചെല്ലുമ്പോഴും നമുക്ക് വേണം. നമ്മുടെ വീട്ടിലും നമ്മൾക്കൊരു പൊസിഷൻ ഉണ്ടല്ലോ, ചിലപ്പോൾ ലൈഫ് പാർട്ട്ണർ ആയിരിക്കും, അമ്മയായിരിക്കും, മകളായിരിക്കാം, സിസ്റ്റർ ആയിരിക്കാം, അങ്ങനെ അങ്ങനെ പല പല റോൾസ് ഏറ്റെടുക്കുന്ന വ്യക്തികളാണ് നമ്മൾ. അപ്പൊ നമുക്ക് ക്വാളിറ്റീസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലേ, അത് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ മാറും. നമ്മൾ ആ ഒരു പേഷ്യൻസ്, അവരെ കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നു, എംപത്തറ്റിക് ആയിട്ട് ചിന്തിക്കുന്നു, അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും തന്നെ നമുക്ക് ആ ഒരു നമ്മുടെ ചുറ്റുമുള്ളവരിൽ തന്നെ വ്യത്യാസം വരും. അതായത് നമ്മുടെ പ്രകാശം അവരിലേക്ക് റിഫ്ലക്ട് ചെയ്ത് പോകുന്ന പോലെ തന്നെയാവും. മുകളിൽ പറഞ്ഞ പല ഡെഫിനിഷൻ വെച്ചിട്ടാണ് ഇനി ഓരോ കാര്യങ്ങൾ പറയുന്നത്. അപ്പോ ഇത്രയും പറഞ്ഞ കാര്യങ്ങളില് സൂപ്പർവിഷനെ കുറിച്ചിട്ട് ഒന്ന് ബ്രീഫ് ചെയ്യാൻ ആർക്കെങ്കിലും പറ്റും, ഹെൽപ്ഫുൾ ആയിരിക്കും. റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്കും അതുപോലെ തന്നെ ഇപ്പൊ ക്ലാസ്സിൽ ഇരിക്കുന്നവർക്കും ലേറ്റ് ആയിട്ട് വന്നവർക്കും. ആരാ അങ്ങനെ ബ്രീഫ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളത്? ഞാൻ പറയട്ടോ മാം. രസ്നിയും ജോളിയുമാണ് സംസാരിക്കാൻ തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഒരാള് പറയൂ, ബാക്കി മറ്റൊരാൾ ആഡ് ചെയ്യും. ഓക്കെ, ഞാൻ പറയാം മാം. ഓക്കെ, ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാ ജോയിൻ ചെയ്തത്. ഞാൻ ചെയ്ത മുതലുള്ളത് കാര്യങ്ങൾ പറയാം, ഞാൻ നോട്ട് ചെയ്ത കാര്യങ്ങള്. സൂപ്പർവൈസർ എന്താന്ന് വെച്ചാല്, ഹു സൂപ്പർവൈസ്, ആരാണോ നമ്മളെ സൂപ്പർവൈസ് ചെയ്യണത്, അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലുള്ള മിസ്റ്റേക്സ്, അതുപോലെ നമുക്ക് ഇനി എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം നമുക്ക് പറഞ്ഞ് കൃത്യമായി നമ്മൾ ഒരാള് ഗൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഒരു ഗൈഡൻസിനെയാണ് നമ്മളിവിടെ സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. പണ്ടുള്ള കാലത്ത്, ആദ്യ കാലങ്ങളിലുള്ള സൂപ്പർവിഷൻ എന്ന് വെച്ചാല് ഒരു വലിയ ഒരു ഭീകര ജീവി വന്ന് നമ്മളെ വിഴുങ്ങു കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു സൂപ്പർവിഷനാണ്. അതായത് എല്ലാവരും പേടിച്ച് അതായത് സൂപ്പർവൈസർ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു പേടിയായിരുന്നു. അദ്ദേഹം എന്തോ വലിയൊരു സംഭവമാണ്, നമുക്ക് നമ്മളെ എന്തോ ചെയ്യാൻ വരികയാണെന്നുള്ളൊരു പേടിയായിരുന്നു എല്ലാ സ്റ്റാഫിന്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ, ഇന്നത്തെ ഈ ഒരു 20th സെഞ്ചുറി ആയപ്പോഴേക്കും ആ ഒരു കാര്യങ്ങൾ കുറെ മാറിപ്പോയി. ഇപ്പൊ ഒരുപാട് പേര് അത് നമുക്ക് വേണ്ടിയിട്ടുള്ള ഹെൽപ്പിംഗ് ആണ്, നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത് എന്നുള്ളൊരു പ്രസന്റേഷൻ വന്നു തുടങ്ങി എല്ലാവരുടെ ഇടയിൽ. അത് കാരണം, ഈ ഒരു സൂപ്പർവിഷൻ കാരണം നമ്മൾ ചെയ്യുന്ന വർക്ക് ഒരുപാട് ഇമ്പ്രൂവ് ആയി തുടങ്ങി. അതുപോലെ തന്നെ സ്കൂളുകളിലാണെങ്കിലും ഈവൻ ഓഫീസാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഇൻക്രീസ് ആണ്. എല്ലാ ജോബിന്റെ കാര്യങ്ങളായാലും എല്ലാം, ഇൻകം ആയാലും ഒക്കെ നമുക്ക് ഈ ഒരു സൂപ്പർവിഷൻ കാരണം ഹൈ ലെവലിലേക്ക്, അതായത് ഉയർത്തി കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് എത്രയാണ് മനസ്സിലായത് മാം. വെരി ഗുഡ്. ഓക്കെ, ജോളി പറഞ്ഞു. Supervision is an intervention. Supervision is a service. Supervision is a relationship. Communication is needed for a successful supervision. Corrective supervision is known as fault finding. In earlier days, school supervision was as a tool for inspecting the performance. In the 19th century, the nature of school supervision was authoritative, autocratic, illogical, etc. Harold Spears says supervision is the service provided by the state for helping educators and educational administration to do a better job than supervision. In earlier days, supervisor ensuring schools met regulations, evaluating teachers, methods,
supervisor offering support and guidance of teachers, instruction and class management. School supervisors' role was focused on teacher support and quality control and ensuring compliance with the educational authorities. Then supervision is an intervention. ഇത്രയും വരെ അറിയാമോ? ഓൾമോസ്റ്റ് എല്ലാ പോയിന്റും നിങ്ങൾ രണ്ടുപേരും കൂടെ തന്നെ പറഞ്ഞു. ഓക്കെ, ഞാനിത് പറയുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ നോക്കിയപ്പോ തസ്നി ചോദിച്ചു പല്ലവി എന്നാണോ പറഞ്ഞത് മോളുടെ പേര്. മോളുടെ പേര് പ്രണവി എന്നാണ്. PRANAVI. പ്രണവ് എന്നുള്ളത് വി ആക്കി പ്രണവി. എനിക്ക് ആരും കേൾക്കാത്തൊരു പേര് കുട്ടിക്ക് വേണമെന്ന് തോന്നി, അങ്ങനെ ഞാൻ ഇട്ടൊരു പേരാണ് പ്രണവി. പ്രണവി ഒരു സംസ്കൃത് വേർഡ് ആണെന്ന് പിന്നീട് ഞാൻ കേട്ടു. ഞാൻ അങ്ങനെ അറിഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ ആ പേരിട്ടത്. ഇങ്ങനെ മാമിന്റെ ആഗ്രഹം നടന്നു. ഫസ്റ്റ് ടൈം ആട്ടോ ഈ പേര് കേൾക്കുന്നേ. പ്രണവ് കേട്ടിട്ടുണ്ട്, പ്രണവി ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ ഇത് ഏതോ ഒരു സ്ഥലത്ത് നിന്നപ്പോ ആരോ പേര് ചോദിച്ചപ്പോ ഇങ്ങനെ പേര് പറഞ്ഞപ്പോ ആളിങ്ങനെ പറഞ്ഞു ഇതൊരു സംസ്കൃതം വേർഡാണെന്ന്. എനിക്കറിയില്ല സംസ്കൃതം വേർഡാണോ എന്ന് എനിക്കറിയില്ല. ഇതിന്റെ അർത്ഥം ലക്ഷ്മി എന്നാന്ന് മാത്രം എനിക്കറിയാം. ഇങ്ങനെ ഗൂഗിളിൽ നിന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് കിട്ടിയതാ. അങ്ങനെ കുറെ ഈ റീസെന്റ് പ്രണവി എന്നുള്ള ഒരു പേര് ഞാൻ കേട്ടത് തെലുങ്കിലൊരു മൂവീസിലൊക്കെ പാട്ട് പാടുന്ന ഒരു കുട്ടിയുടെ പേര് പ്രണവിയ. അങ്ങനെ ഞാൻ രണ്ടാമതൊരു വ്യക്തിക്ക് കേൾക്കുന്നത് അപ്പോഴാണ്. ഓക്കെ, എനിവേ താങ്ക് യു ഫോർ ദ വിഷസ് ഞാൻ അവളോട് പറയാം. എന്റെ ബെസ്റ്റ് വിഷസ് പറഞ്ഞേക്കണേ മാം. ഓൾ ദി ബെസ്റ്റ്. ഞാൻ തീർച്ചയായിട്ടും പറയാട്ടോ എല്ലാവരുടെയും. ഓക്കെ, സോ നിങ്ങക്ക് PG ക്ലാസ് ഓക്കെ ആണോ? ഇന്ന് നമ്മൾ കുറെ നാളുകൾക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ അല്ലേ? ഈ ഒരു രീതിയിൽ പോയാൽ പോരെ? പെട്ടെന്ന് തീർക്കോ? ഓക്കെ, മാമിനെ കണ്ടപ്പോൾ തന്നെ ഒത്തിരി ഓക്കെ ആയി. കാരണം എന്താന്ന് വെച്ചാല് നമുക്ക് ശരിക്കും ഒരു ടൈം തരുന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്. കാരണം നിങ്ങളെ ഒരു ബാച്ചിനെ ലേറ്റ് ആയിട്ട് റിസൾട്ട് തന്ന് പുറത്തേക്ക് വിടരുത്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഞങ്ങളുടെ കൺസേൺ നല്ല ക്വാളിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും തന്നെ അതിന് വേണ്ടിയിട്ട് നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട്. ബട്ട് ആ എഫേർട്ടിന്റെ റിസൾട്ട് നല്ലതായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾക്ക് ആ എഫേർട്ട് എടുക്കുന്നതിൽ വിഷമമൊന്നുമില്ല. ഓക്കെ ഫൈൻ. ഞാൻ കുറെ ക്ലാസ്സുകൾ ഞാൻ മിസ്സായി പല ബാച്ചിനും. ഐ ഫീൽ വെരി സോറി ഫോർ ദാറ്റ്. എനിവേ ഞാൻ മാക്സിമം അത് കോമ്പൻസേറ്റ് ചെയ്യും. ഓക്കെ ഓക്കെ. എനിക്കും കുറച്ച് ബ്രേക്ക് ആവും. ഞാൻ കാര്യം പറഞ്ഞല്ലോ, ഇടയ്ക്കൊക്കെ ബ്രേക്ക് ആയി പോകും കേട്ടോ. തിരക്കുകളിലേക്ക് പോവാണല്ലേ? തിരക്കുകളായതുകൊണ്ട് പെട്ടെന്ന് ഇടയ്ക്കൊക്കെ ഞാൻ ചിലപ്പം ലെഫ്റ്റ് ആവും, ചിലപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങ് വൈൻഡപ്പ് ചെയ്യും, ചിലപ്പം ക്ലാസ്സിൽ കയറാൻ പറ്റിയെന്നിരിക്കില്ല. എല്ലാം മനസ്സിലാവുമല്ലോ മാം. നമുക്ക് മണിപ്പൂരിൽ നിന്ന് 3 സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളോട് ഷെയർ ചെയ്തിരുന്നത്. ഒരു ഹാപ്പിനെസ് തന്നെയാണ് നമ്മളുടെ ക്ലാസ് എടുക്കാൻ. അങ്ങനെ അവർക്ക് ഞാൻ സാറ്റർഡേസ് സ്പെഷ്യൽ ബാച്ച് എന്നുള്ള രീതിയിൽ വീക്ക്ലി വൺസ് സാറ്റർഡേ ക്ലാസ് കൊടുക്കുന്നുണ്ട്. 7 to 10 ടൈം ആക്കിയാൽ ഇറ്റ്സ് വെരി ഹെൽപ്പ്. 7 to 10 ആണല്ലോ മാം. അതാട്ടോ. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. 7 to 8 ആക്കാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ കംഫർട്ടബിൾ ആണ് ഏത് ടൈം നൈറ്റില്. ഞാൻ വീട്ടിലിരുന്നാണല്ലോ എടുക്കുന്നത്. നിങ്ങൾക്ക് അപർണ മിസ്സും അശ്വതി മിസ്സും ക്ലാസ് എടുക്കുന്നുണ്ട്. അവര് രണ്ടുപേരും വീട്ടിൽ നിന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരണം. അതുകൊണ്ടാണ് ഈ 7 to 8 എന്നുള്ള ടൈം ആക്കിയത്. 8 to 9 ആയിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. ബട്ട് 8 to 9 എന്ന് പറഞ്ഞ ഇവര് ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ 9:30. അപർണ മിസ്സിന് കുഞ്ഞു ബേബീസ് ആണ് 2 പേര്. അശ്വതി മിസ്സിന് 6th or 7th പഠിക്കുന്ന മോനാണെങ്കിലും ഈ മോനും അമ്മയെ നോക്കിയിരിക്കുമായിരിക്കും. അപ്പൊ അവർക്ക് അതുകൊണ്ടാണ് 7 to 8 എന്നുള്ള ടൈം ആക്കിയത്. ഒരു 10 minutes ആക്കുന്നതിൽ അവർക്ക് പ്രോബ്ലം ഇല്ലായിരിക്കും. ഞാൻ ചോദിച്ചു നോക്കാം, ഉണ്ടാവാൻ വഴിയില്ല. 7 to 8 തന്നെ മതിയായിരുന്നു മിസ്. കാരണം മോൾക്ക് 8 o'clock ഒരു ട്യൂഷൻ ഉണ്ട്. അത് ഈ ഫോണിൽ തന്നെയാണ് ആള് ആക്കണത്. പ്രയർ ടൈം 6:30 അല്ലേ? അപ്പൊ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ തസ്നി? നമുക്ക് എന്താ പറയാ, ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഒന്ന് ഷെഡ്യൂൾ ചെയ്യുന്നത് നന്നായിരിക്കും എനിക്ക് തോന്നുന്നു, അല്ലെ? ഞാൻ പറഞ്ഞതിനോട് ആരെങ്കിലും യോജിക്കാതെ ഉണ്ടോ?
വേറൊന്നുമല്ല, എന്തായാലും എല്ലാവരുടെയും ഒഴിവുകഴിവുകൾ നോക്കിയിട്ട് നമുക്കൊരു ക്ലാസ് വെക്കാൻ പറ്റില്ല. പറ്റില്ല. കാരണം ഞാൻ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പ്രെയറിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാനത് പറയണത്. 8 o'clock പ്രെയർ ചെയ്യുന്ന ഒരു വിഭാഗവും ഉണ്ടാകും. പിന്നെ നാട്ടിലല്ലാത്ത വേറൊരു ടൈം ഡിഫറൻസിലുള്ളവരും കാണും. അതുകൊണ്ട് നമുക്ക് പേഴ്സണലി ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നമ്മൾ തന്നെ ഒന്ന് ഷെഡ്യൂൾ ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ആക്ച്വലി 7 to 8 എന്ന് പറയുന്നത് ഞാനൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ടൈമാണ്. ഞാൻ അതങ്ങ് മാറ്റി വെച്ചു. അത് ആ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരായണീയം പഠനമാണ് കേട്ടോ. ഞാൻ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന വേറൊന്നും കൊണ്ടല്ല, ഭഗവാൻ കൃഷ്ണന്റെ കഥകൾ കേൾക്കാം, എനിക്കൊന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. വേറൊന്നും കൊണ്ടല്ല, കാരണം കുറേ കഥകൾ ഇങ്ങനെ പഴയ എപ്പിക്സ് ഒക്കെ ഇങ്ങനെ കേൾക്കാം. ഞാൻ പഠിപ്പിക്കുന്ന ടീച്ചർ നല്ല രസമായിട്ട് പാടും. അപ്പൊ എനിക്ക് ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളിൽ നിന്നും ഒരു റിലാക്സേഷൻ, എനിക്കൊന്ന് വെന്റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ക്ലാസ്സിന് ജോയിൻ ചെയ്തത്. അപ്പം എനിക്ക് ക്ലാസ് ഉള്ള ദിവസം ഞാൻ അതങ്ങ് മാറ്റി വെക്കും. അതിന് റെക്കോർഡ് ക്ലാസ്സും ഇല്ല കേട്ടോ. അപ്പൊ ഞാൻ അതങ്ങ് മാറ്റി വെക്കാം. അന്നത്തെ ദിവസം ഞാൻ കയറില്ല. പിന്നെ നമ്മളുടെ വേറെ എന്തെങ്കിലും പേഴ്സണൽ കാര്യം വരുമ്പോൾ ഇത് തന്നെ അതിന് കയറില്ല, അങ്ങനെ പറ്റും. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഞാൻ ടീച്ചർമാരോട് ചോദിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ 8 o'clock പ്രെയർ ഉള്ള വിഭാഗവും ഉണ്ടാവും. അങ്ങനെ 8 o'clock ഫാമിലി ആയിട്ട് നിന്ന് പ്രെയർ ചെയ്ത് പിന്നെ ഡിന്നർ കഴിക്കാൻ പോകുന്ന അങ്ങനെയുള്ളവരും ഉണ്ടാകും. അപ്പൊ നമുക്ക് എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കി നമുക്ക് ചിലപ്പോ ഒരു ടൈം, ഇപ്പൊ എക്സാം ഒക്കെ ആണെങ്കിൽ ഞങ്ങൾ നല്ല പോലെ അതൊരു കൺസേൺ കൊടുത്തിരുന്നു. കാരണം നമ്മളുടെ നോമ്പ് സമയത്ത് ഇതുപോലെ തന്നെ നാട്ടിലില്ലാത്തവര് ഉണ്ടായിരുന്നു പരീക്ഷ എഴുതാനായിട്ട് ഗൾഫിൽ നിന്ന്. അപ്പോൾ എക്സാമിന്റെ കറക്റ്റ് ആ 8 to 9 ആ ഒരു ടൈമിലായിരുന്നു അവർക്ക് അവിടെ നോമ്പ് തുറക്കുന്ന സമയം. അവർക്ക് വേണ്ടി അത് ജെനുവൻ ആയിട്ടുള്ള കാര്യമായിരുന്നല്ലോ. നമ്മൾ വേറെ ടൈം അവർക്ക് വേണ്ടിയിട്ട് എക്സാമിന് സെറ്റ് ചെയ്തൊക്കെ അന്ന് കൊടുത്തു. അപ്പൊ നിങ്ങൾ നോക്കൂ, ഞാൻ ടീച്ചേഴ്സിനോട് ചോദിച്ചു നോക്കാം. കാരണം ഷെറിൻ ഭായ് ഒന്ന് നോക്കൂ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ടീച്ചർമാര് വരുന്നത് കൊണ്ടാണ് എനിക്ക് ആ ഒരു കൺസേൺ കേട്ടോ. അല്ലെങ്കിൽ എനിക്കതൊരു കുഴപ്പമില്ലായിരുന്നു. എനിക്ക് വീട്ടിലായതുകൊണ്ട് കുഴപ്പമില്ല, ടീച്ചേഴ്സ് വരുന്നതുകൊണ്ടാണ് ആ ഒരു കൺസേൺ. പിന്നെ 8 o'clock ഇതുപോലെ പ്രെയർ ഉള്ളവരുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നു, അറിയില്ല. ഓക്കെ ഓക്കെ ദെൻ ഒഫൻഡ് ആയിട്ട് കാണല്ലേ പ്ലീസ്. ഐ ഡു റെസ്പെക്ട് ഓൾ. ബൈ. എന്തോ എന്റെ മോഡൽ എക്സാമിന്റെ ടൈം വന്നിരിക്കുന്നു. MT6-നും MT7-നും മോഡൽ എക്സാമിന്റെ വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പൊ എനിക്കത് ഡിസ്കസ് ചെയ്യാൻ വേറൊന്നുമല്ല. ഞാൻ മാമിനോട് നാളെ ഇതൊന്ന് സംസാരിക്കട്ടെ. പലരും പല കൺസേണും എന്നോട് പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ കൺസേൺ നേരിട്ട് അറിയിക്കണം. ഞാൻ എന്നിട്ട് സംസാരിക്കാം. ഓക്കെ ദെൻ ബൈ. യെസ് പ്ലീസ്. എന്തായിരുന്നു ഈ 3 letter കോഡ്സ് ഒക്കെ ഉണ്ടാക്കാൻ മാം പറഞ്ഞില്ലായിരുന്നോ? അത് നമ്മുടെ ഡിപ്ലോമയില് എന്താണ്? ഞാൻ കേട്ടില്ല. എന്തിന്റെ കാര്യം? കാറ്റ് കഴിഞ്ഞ ടി വെച്ചിട്ട് ടോപ്പ്, പിന്നെ പി വെച്ചിട്ട് പെൻ, അങ്ങനെ കണ്ടിന്യൂറ്റി ആയിട്ടുള്ള വേർഡ്സ് ചെയ്യാൻ മാം പറഞ്ഞിരുന്നില്ലേ ഒരു ആക്ടിവിറ്റി ആയിട്ട്? വേർഡ്സ് വിത്ത് എൻഡിങ് ലെറ്റേഴ്സ് പറഞ്ഞില്ലായിരുന്നോ? വെച്ചിട്ടാണെങ്കിൽ അത് തന്നെ. അത് നമ്മളെ കാർഡ് ബോർഡിലാണോ ചെയ്യേണ്ടത് അതോ ജസ്റ്റ് അതെങ്ങനെ ചെയ്യേണ്ടത് മാം? അത് ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലായിരുന്നു. ഞാൻ തന്നെയാണ് പറഞ്ഞത്. പറഞ്ഞത് A4 ഷീറ്റിൽ എഴുതി വെക്കാനാണ്. എങ്ങനെയാണ് അത് കീപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരുന്നില്ല. ആണോ? എങ്ങനെയാലും മതിയെന്ന് തോന്നുന്നു. ചാർട്ട് പേപ്പറിലായാലും കുഴപ്പമില്ല. നിങ്ങൾ ഓരോരോ പേപ്പറിൽ എഴുതിയിട്ട് കാർഡ് ബോർഡിൽ ഒട്ടിച്ചാലും കുഴപ്പമില്ല. ചാർട്ടിലായാലും പ്രശ്നമില്ല. ചാർട്ടാവുമ്പോ ഞങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലല്ലോ എന്താ സംഭവം, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. വേർഡ്സ് വിത്ത് എൻഡിങ് ലെറ്റേഴ്സ്, അതായത് ഇപ്പൊ കാറ്റ് ആണെന്നുണ്ടെങ്കിൽ CAT കാറ്റ്, അപ്പൊ ലാസ്റ്റ് ലെറ്റർ T ആണ്. അപ്പൊ നെക്സ്റ്റ് വേർഡ് T വെച്ചിട്ട് ടോപ്പ്, അപ്പൊ പിന്നെ വരുന്നത് ലെറ്റർ ലാസ്റ്റ് P ആണ്. അപ്പൊ PAN പാൻ, പിന്നെ വരുന്നത് N. അങ്ങനെ എത്ര ആക്കാൻ പറഞ്ഞു? കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാലോ നമുക്ക്. അങ്ങനെ എത്ര എണ്ണം ഉണ്ടാക്കാൻ പറഞ്ഞേ? പറഞ്ഞില്ല. എണ്ണം നോക്കണ്ട സഫിയ. കാരണം നമ്മളുടെ ആ ഒരു KG 1 ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഈ ഒരു ഏജിൽ വരുന്ന കുട്ടികൾക്ക് ഫെമിലറൈസ് ആയിട്ടുള്ള വേർഡ് യൂസ് ചെയ്യാം. അത് 3 letters ആണെങ്കിൽ ഏറ്റവും നല്ലത്. അതെ, ആയിഷ വീട്ടിൽ കളിക്കാറുണ്ടെന്ന വേർഡ് ഗെയിം മോളുടെ കൂടെ. വെരി ഗുഡ്.
മാം പിന്നെ എനിക്ക് ടെമ്പററി ആയിട്ട് സ്കൂളിൽ ഞാൻ ജോയിൻ ആയിരുന്നു കേട്ടോ. Very good. എനിക്ക് പറയാൻ ഗ്യാപ്പ് കിട്ടിയില്ലായിരുന്നു. ഓക്കെ ഓക്കെ. ആ ശ്രീലക്ഷ്മി MT7 അല്ലേ? ആ ശ്രീലക്ഷ്മി ക്ലാസ്സിൽ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എല്ലാവരുടെയും നമ്പർ ചെയ്തിരുന്നു. കറക്റ്റ് അവര് പറയാറുണ്ട്. മോന് ഇടയ്ക്കിടയ്ക്ക് വയ്യാണ്ടാവും. പിന്നെ ആ ടൈമിൽ അവനെ ഉറക്കണ കാരണം എനിക്ക് അവനെ ഉറക്കുമ്പോ പിന്നെ ക്ലാസ്സിൽ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഉറങ്ങിയില്ലെങ്കിൽ പിന്നെ ആകെ ബഹളാവും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഓൺലൈൻ ക്ലാസ്സും അങ്ങനെ കാണാനൊന്നും പറ്റാറില്ല. പിന്നെ ഓഫ്ലൈൻ ആണെങ്കിലും കാണാറൊന്നുമില്ല അങ്ങനെ. ടെക്സ്റ്റിലത്തത് അത്യാവശ്യം വായിക്കാൻ റെഫർ ചെയ്യാ അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ. എനിവേ നൈറ്റ് ക്ലാസ് വരുമ്പോ കുറെ പേരൊക്കെ കാണാൻ പറ്റും, ലൈക്ക് കേൾക്കാൻ പറ്റും. അതെ മാം. ഇതിപ്പോ വലിയ കുഴപ്പമില്ലാത്ത ടൈമാണ്. 7 to 8 ഓക്കെയാണ്. 8 മണിക്ക് ശേഷമാണ് പിന്നെ ഡിന്നർ ആയിട്ട് അടുത്ത ബഹളം തുടങ്ങുള്ളൂല്ലോ. അതുകൊണ്ട് ഓക്കെ ടൈമാണത്. കാരണം നമ്മുടെ ടീച്ചർമാരും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് ക്ലാസ് എടുത്ത് തിരിച്ചു പോകുമ്പോഴേക്ക് ഡിന്നർ നോക്കിയിരിക്കുമായിരിക്കും അവരുടെ മക്കൾസേ. അതാണ് ഈ ഒരു ടൈം ആക്കിയത്. അവർക്ക് തിരിച്ചു വീട്ടിലെത്തേണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടൈം ആക്കിയത്. പിന്നെ മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര പാടല്ലേ വീട്ടിലേക്ക് തിരിച്ചു പോവാൻ വേണ്ടേ. എനിവേ ആലോചിക്കൂ, നമുക്ക് ടൈം വലിയ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, 3 ക്ലാസ്സസ് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. ഉദ്ദേശിച്ച ടൈമിൽ തീർന്നില്ലെങ്കിൽ നമ്മൾ ആ 3 എന്നുള്ളത് 4 അങ്ങനെയൊക്കെ മാറ്റൂ കേട്ടോ. ടൈം ഈ ഒരു ടൈം തന്നെയായിരിക്കും. ഡേ ഒന്നോ അത് രണ്ടോ. കുഴപ്പമില്ല മാം. ഓക്കെ ദെൻ. സോ കാണാം. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ ബൈ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. ബൈ.